Okay. Okay, Okay. start ചെയ്യാം. So, shall we start? For all the Good best evening, and also everybody. from my side. Okay, Thank you. thank you. Good evening, everybody. അപ്പൊ എല്ലാവരും റെഡി Very Good അല്ലേ? evening. Yes. ഓക്കെ, അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. എന്റെ പേര് ഷബ്ന മൻസൂർ. ഞാൻ ഗുരുവായൂരാണുള്ളത്. ഞാനൊരു സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്. ഇപ്പൊ ഞാൻ EFTയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കോഴിക്കോടുള്ള ഷാഫി ഇൻസ്പേഴ്സ് ടീമിന്റെ കൂടെ ഓൺലൈൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വിംബിൾ അക്കാഡമിയില് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിലെ 23rd ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ഞാൻ. അപ്പൊ എല്ലാവർക്കും അറിയാലോ, നമ്മളിപ്പോ ഉള്ളത് ട്രെയിനേഴ്സ് ടോക്ക് പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ എത്തുന്ന ഓരോ അവതാരകരും ഈ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞു വരുന്നവരാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് പറയാം. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മോർണിംഗ് സെഷൻ എടുക്കേണ്ട ആവശ്യം വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവും ഒരു മെന്റൽ ബ്ലോക്കും ഒക്കെ. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് ആധികാരികമായിട്ടൊന്ന് പഠിക്കണം. ഞാൻ വിംബിളിൽ ഒരു കോഴ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് നല്ലൊരു ചോയ്സ് ആയിട്ട് തോന്നിയത് വിംബിൾ തന്നെയാണ്. അങ്ങനെ ഇവിടെ എത്തി ഫൈസൽ സാറിന്റെ അർച്ചന മാമിന്റെ ഒക്കെ ഗൈഡൻസും ക്ലാസ്സുകളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എത്തിയിട്ടുള്ളത് ഏറ്റവും റൈറ്റ് പ്ലേസിലാണ്, ഏറ്റവും സുരക്ഷിതമായ കൈകളിലാന്നുള്ള കാര്യം. ഇവിടെ ഫൈസൽ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളും പിന്നെ അർച്ചന മാമിന്റെ ഫീഡ്ബാക്കുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ ഏതൊരാൾക്കും നല്ലൊരു ട്രെയിനറായി തീരാൻ പറ്റും. അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ട്രെയിനേഴ്സ് ടോക്കിലേക്ക് വരാം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി സെഷനായിട്ട് എത്തുന്നത് മറ്റാരുമല്ല, തിരുവല്ലയിലെ മണ്ണിൽ വളർന്ന് ഒമാനിൽ ലോജിസ്റ്റിക് വിഭാഗത്തില് മാനേജ്മെന്റ് പ്രൊഫഷണലായി വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ജേക്കബ് കെ തോമസ് സാറാണ്. അദ്ദേഹം ഒരു എക്കോ വെൽനസ് കോച്ച് കൂടിയാണ്. അപ്പോ അദ്ദേഹത്തെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണെങ്കിൽ കൂടി നമ്മുടെ റംലാനിലെ നോമ്പുകളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റിയൽ കേരള സ്റ്റോറി അല്ലേ? ഓക്കെ, അപ്പൊ സാർ ഇന്ന് ഒരു ഗെയിം ചേഞ്ചിങ് ഐഡിയ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്ന കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട്, നമ്മൾ വല്ലപ്പോഴും ഒക്കെ തീവ്രമായി ചെയ്യുന്നതല്ല നല്ലത്, കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് സാർ എത്തിയിട്ടുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് പല കാര്യങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട് അല്ലെ? ആരംഭശൂരത്വത്തോടു കൂടി തുടങ്ങും, പിന്നെ അത് മുഴുവനാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കടന്നു പോയിട്ടുള്ളവർക്കുള്ള നല്ലൊരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. മാത്രല്ല നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ നോളജുകൾ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ അത് മാത്രല്ല, നമ്മൾ പണ്ട് മുതൽ കേട്ട് പരിചയമുള്ള ആമയും മുയലും കഥയിൽ കൂടെയാണ് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? എക്സൈറ്റഡ് ആണോ? Yes. ഓക്കെ, Yes. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സാറിനെ സെഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് വെൽക്കം ചെയ്യാം. വാം വെൽക്കം സർ. ഒപ്പം നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. Thank you. Thank you so much, Shabna ma'am. വളരെ വളരെ നല്ലൊരു ഇൻട്രോ. ഇതിലും ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ? താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനാണുള്ളത്. ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോം, ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നതിന് വിംബിളിനോട്, നമ്മുടെ ഫാക്കൽറ്റീസിൽ ആദ്യം ഫൈസൽ സാറിനോട്, അർച്ചന മാമിനോട്, സ്റ്റെഫി മാമിനോട്, അങ്ങനെ പോകുന്ന ലിസ്റ്റ്. ഇത്ര നല്ലൊരു ടീച്ചിങ് ഗുരുസ്ഥാനത്തുള്ളവര് ഒരുമിച്ച് വരുമ്പം ശരിക്കും ഞാൻ ഇപ്പൊ നേരത്തെ മാം പറഞ്ഞ പോലെ 22nd ബാച്ച്, ഇപ്പൊ ഓൾറെഡി 23, 24 ആവുന്നു, അങ്ങനെ പോകുന്നു.
താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക്. ഇന്നത്തെ സെഷൻ ഷബ്ന മാം പറഞ്ഞ പോലെ നമ്മളെല്ലാരും കേട്ട് പരിചയമുള്ള, എല്ലാരും കേട്ടിട്ടുള്ള കഥയാണ് ആമയുടെയും മൊയലിന്റെയും കഥ. സെഷനിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ എത്ര പേരുണ്ട്? 14 പേരായിട്ടുണ്ട്. ഓക്കെ. ഇപ്പം വീഡിയോയിലുള്ളവരോ അല്ലാത്തവരോ ഒക്കെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തവരാണേലും ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മൊയലിന്റെ ക്യാരക്ടർ ആ ഒരു പേഴ്സണാലിറ്റിയുമായിട്ട് കുറച്ച് സിമിലാരിറ്റി തോന്നുന്നത് ആർക്കാണ് നിങ്ങൾക്ക്? എങ്ങനെ വേണേലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ. ചാറ്റ് ബോക്സിലോ അൺമ്യൂട്ട് ചെയ്തോ പറഞ്ഞോളൂ. ഷബ്ന മാം അൺമ്യൂട്ട് ചെയ്തല്ലോ ആദ്യം തന്നെ. അതോ എനിക്ക് മുയലിനായിട്ടാണ് തോന്നാറ്. എന്റെ പണ്ടൊക്കെ കുറെയൊക്കെ ആണല്ലേ? മാറ്റം വന്നു ഇപ്പൊ. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടോ മൊയലായിട്ട്? ഞാനൊരു മുയല. ആണോ? ആ അടിപൊളി. ഞാനും. താങ്ക് യു സൂസൻ മാം. ഞാനും ആരായിരുന്നോ? റാണി മാം ആണോ? യെസ്. ഓക്കെ. സോറി, ഈ സ്ക്രീൻ എനിക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാലേ ആളെ കാണാത്ത. ഫൈൻ. വേറെ മൊയലില്ലെങ്കിൽ ആമയായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ആമകളായിട്ടുണ്ടോ ഈ കൂട്ടത്തിൽ? ആമയുണ്ടോ? ആരും അങ്ങനെ ഞാനും എന്ന് പറഞ്ഞ് ഫൗസിയ മാം ആമയ്ക്കായിരുന്നോ അതോ മൊയലിനാണെന്ന് തോന്നുന്നു അല്ലേ? വേണു സാറ് യെസ് പറഞ്ഞത് ആമയ്ക്കായിരിക്കണം, കാരണം ചോദ്യം കേട്ട് കഴിഞ്ഞ് വന്നതാണ്. എനിവേ, അപ്പം ഏതാണ്ട് കുറച്ച് ഐഡിയ കിട്ടി. നമുക്ക് ആമയും മൊയിലും മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ആർക്കെങ്കിലും രണ്ടും ആകാൻ തോന്നുന്നുണ്ടോ? ചില ടൈം ആമയും മൊയിലും ഫൗസിയ അതിനുള്ള ഉത്തരം തന്നെന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ നമുക്ക് പേഴ്സണാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവാറുണ്ടെന്ന് തോന്നാറുണ്ടോ ഈ കൂട്ടത്തിൽ? ലവ് സാർ യെസ് പറഞ്ഞു. ഓക്കെ. അംബിക മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? നോക്കുന്നുണ്ട് ഇടയ്ക്ക്. ആമയാവാൻ ഇഷ്ടമില്ല, മൊയില് തന്നെയാണ്. ആമയാവാൻ ഇഷ്ടമില്ല. ഓക്കെ. നൈസ്. താങ്ക് യു സോ മച്ച്. മുയല് തന്നെയാണ്, ഓക്കെ. പക്ഷെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങാറില്ല. ഒരു പോക്ക് പോയാൽ മുന്നോട്ട് ഇല്ല. തന്നെ പോകും. ഒരേ പോക്കാ. ഒരേ പോക്കാ. ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്ത് പോകും. അതെ. അതല്ലാതെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന പരിപാടി ഇല്ല. അല്ല, അങ്ങനല്ലേ വേണ്ടത്, പിന്നല്ലാതെ. കൊറേ താങ്ക് യു സമയം താങ്ക് യു. കൊറേ സമയം മുയലായിട്ട് പറഞ്ഞു. ഓടി ഇടയ്ക്ക് തളരും, അപ്പൊ കിടന്നുറങ്ങും, തളരും അല്ലേ? ഓടും. ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് ആമയാകാൻ തീരുമാനിച്ചു. അപ്പൊ ഇപ്പൊ ഓക്കെ. ആമയായിട്ട് താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും ഇന്ററാക്റ്റീവ് ആയിട്ട് പങ്കെടുക്കുന്നല്ലോ, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. നമുക്കറിയാം ഈ കഥയില് ഒരു ഓട്ടമത്സരത്തിനെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ കഴിവുകൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണെന്ന് നമുക്ക് ഈ ഒരു ചെറിയ ഇന്ററാക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലായി ഇല്ലേ? അപ്പം ഓവർ കോൺഫിഡൻസ്, യെസ് ഓഫ് കോഴ്സ്. ഞാൻ ചെറുതായിട്ട് ഈ ഒരു ടോപ്പിക് ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചപ്പം ഏറ്റവും അമേസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഇത് കേൾക്കാത്തതായിട്ട് ആരുമില്ല. അപ്പൊ ചുമ്മാ ഒന്ന് ചരിത്രം ഒന്ന് തികയണമെന്ന് തോന്നി. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലോട്ട് ചോദിക്കുക എന്നുള്ളതാണല്ലോ. ആദ്യം വീട്ടിലെ മാതാപിതാക്കളോട് ചോദിച്ചു, അവരും ചെറുപ്പം തൊട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഇനി ഒരു തലമുറയും കൂടെ പുറകോട്ട് പോകണം. വീട്ടിൽ പിന്നെ വല്യമ്മച്ചിയാ കുടുംബത്തെ ഏറ്റവും മൂത്തത്. അപ്പം വല്യമ്മച്ചിയോടും ചോദിച്ചു, അമ്മച്ചി ഇതുപോലെ ഈ ഒരു ആമയും മൊയിലിന്റെയും കഥ അമ്മച്ചി കേട്ടിട്ടുണ്ടോ? അമ്മച്ചി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടാ, മോനെ ഞാനും ചെറുപ്പം തൊട്ട് കേൾക്കുന്നുണ്ട്, എപ്പോഴാണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മ വെച്ചപ്പോ തൊട്ട് ഞാനും കേൾക്കുന്നുണ്ട് ഈ കഥ എന്ന് അമ്മച്ചിയും പറഞ്ഞു. അപ്പോ ഞാൻ ഓർത്തായി ശരി. അപ്പൊ ഒന്നല്ല രണ്ടല്ല, പുറകോട്ട് 2 ജനറേഷൻ കഴിഞ്ഞിട്ടും കിടക്കുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്തു. ഏതാണ്ട് 2600 വർഷം പഴക്കം പറയുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ വഴി തന്നെ, വേറെ വഴിയൊന്നും അല്ല. നോക്കിയപ്പം 2600 വർഷം. അതും അതിന്റെ ഒരു ഉത്ഭവം ഗ്രീസിലായിട്ടാണ് പറയുന്നത്. ഈസോപ്പിന്റെ ഫേബിൾസ്, ഈസോപ്പ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ഫേബിൾസിൽ നിന്ന് അവരുടെ ഒരു രേഖപ്പെട്ട കഥകളിൽ ഏറ്റവും പുരാതനമായ കഥകളിൽ രേഖപ്പെട്ടതിൽ ഒന്നായിട്ടാണ് ഇതിനെയും പറയുന്നത്. ആദ്യം വായ്മൊഴിയാൽ കൈമാറപ്പെട്ട് പിന്നീട് രേഖപ്പെട്ട ഒരു കഥയായിട്ട് അതിനെ പറയുന്നു. ഏതാണ്ട്
250ഓളം ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുള്ളതായിട്ട്. ഇതാണ് ചെറിയ ഒരു ചരിത്രം ഈ കഥയുടെ. ഓക്കെ, ഇനിയും നമുക്ക് ഇന്നത്തെ രീതിയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ആവിഷ്കരിച്ച കഥയിലേക്കൊന്ന് പോവാം. കേൾക്കാൻ താല്പര്യമുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? എല്ലാരും കഥ കേൾക്കാൻ വരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. yes, voice. yes. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എല്ലാവർക്കും കഥ കേൾക്കാൻ Okay, ഇഷ്ടമാണല്ലോ. യെസ് യെസ്. താങ്ക് യു താങ്ക് യു സോ മച്ച്. അപ്പൊ കഥയിലേക്ക് പോവാം നമുക്ക്. പണ്ട് ഒരു കാട്ടിൽ ഒരു മുയലുണ്ടായിരുന്നു. പേര് ഹരി. ഹരി സാധാരണ ഒരു മുയലല്ലായിരുന്നു. ഓക്കെ, ആളൊരു സ്റ്റാർട്ടപ്പ് സംരംഭകനായിരുന്നു. അപ്പൊ സ്റ്റാർട്ടപ്പ് സംരംഭകൻ എന്ന് പറയുമ്പോഴേ നമുക്ക് അറിയാമല്ലോ, വേഗം ഐഡിയകൾ വരും, വേഗം പ്രാവർത്തികമാക്കും. അത്രയ്ക്ക് ഫാസ്റ്റാ ചിന്താഗതികൾ, ടൈം കളയത്തില്ല. വേഗം ചിന്തിക്കുക, കാര്യം നോക്കുക, റെഡിയാണോ, എല്ലാം ഓക്കെ അല്ലേ, എന്നപ്പാ വേറെ അധികം ചിന്തിച്ച് സമയം കളയുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഹരിക്ക് അതിൻ്റെതായ ചെറിയൊരു അഹങ്കാരവും ഉണ്ട്, ഒരു ഓവർ കോൺഫിഡൻസും കൊണ്ടും കഴിവിന്റെ ഒരു അഹങ്കാരം. അതേ കാട്ടിൽ തന്നെ ഒരു പഴയ മരച്ചുവട്ടിൽ നമ്മുടെ ആമ ഉണ്ടായിരുന്നു. ആമയുടെ പേര് തങ്കു. തങ്കു മാസ്റ്റർ ആണെങ്കിൽ ഒരു റിട്ടയർഡ് പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം, നമുക്കറിയാം പ്രൊഫസറിന്റെ ഒരു ശൈലി എങ്ങനെയാണ്, മെല്ലെ ചിന്തിച്ച് മെല്ലെ നീങ്ങുക, ചിന്ത കൂടുതലായിരിക്കും ആൾക്ക്. എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന, വേഗം ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാം മുക്കും മൂലം ചിന്തിക്കണം ആൾക്ക്. കാരണം ഒരു കാര്യം ചെയ്താൽ അത് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് അങ്ങേയറ്റം ചിന്തിച്ച കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ കൃത്യസമയത്തെല്ലാം ചെയ്തു തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ തങ്കു ബ്രദറുമുണ്ട്, ഹരി ചേട്ടനുമുണ്ട്. ഇവർ രണ്ടുപേരും ഉണ്ട്. ഒരു ദിവസം ഹരി നമ്മുടെ ശശിചേട്ടന്റെ ചായക്കടയിൽ ഇരിക്കുക. ഇവിടെ ശശിചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ കരടിയാണ്. കരടി ചേട്ടനാണെങ്കിൽ ഒരു ചായക്കട നടത്തുക. ആ കാട്ടിലെ മെയിൻ സ്പോട്ട് ഈ ചായക്കടയാണ്. അപ്പം ഹരി സാധാരണയായിട്ട് അവരുടെ ഗ്യാങ്ങുമായിട്ട് ഇരിക്കുക. എന്നിട്ട് ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അപ്പൊ ഈ അഹങ്കാരം കൂടുതലുള്ളതുകൊണ്ട് കളിയാക്കലും കൂടുതലാണ്. ആ വഴിക്ക് നമ്മുടെ തങ്കുചേട്ടൻ വന്നു, ആമ. അപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ കളിയാക്കൽ കൂടിയിട്ടുണ്ട്. അപ്പം പതിവ് പോലെ നമ്മുടെ തങ്കു വന്നപ്പം ഹരിക്ക് വെറുതെ വിടാൻ തോന്നിയില്ല. ഹരി അപ്പൊ തന്നെ സൈഡിലുള്ള ഫ്രണ്ട്സിനെ ഒക്കെ ഞോണ്ടിയിട്ടേ പറയാം, ഒരു കാര്യമുണ്ട്, ഇപ്പൊ കേട്ടാണ്. തങ്കു, കാവിലെ പാട്ട് മത്സരത്തിന് കണ്ടായിരുന്നല്ലോ, 2 ദിവസം മുന്നേ ഇറങ്ങി കാണുമല്ലേ അവിടത്തെ എന്നും പറഞ്ഞോണ്ട് കളിയാക്കല് ബഹളവും. തങ്കു ഇത് കേട്ടിട്ട് അധികം മൈൻഡ് ചെയ്തൊന്നുമില്ല. അറിയാം ഇത് വരാനുണ്ടെന്ന്, എന്നാലും കുറച്ചു ദിവസം ആയിട്ട് ഇത് കേൾക്കുന്നുണ്ട്. അപ്പം തങ്കുവിന്റെ സൈഡാ നമ്മുടെ ശശിചേട്ടൻ, കരടിച്ചേട്ടൻ. കരടിച്ചേട്ടനാണെങ്കിൽ അറിയാം ഇന്ന് എന്തേലും നടക്കാൻ ചാൻസ് ഉണ്ട്, കാരണം കുറച്ചു ദിവസമായിട്ട് ഇതിങ്ങനെ പുകയുന്നുണ്ട്. എന്നിട്ട് കരടിച്ചേട്ടൻ, നമ്മുടെ ശശിചേട്ടൻ മെല്ലെ തങ്കുവിനെ നോക്കിയിട്ട് പറഞ്ഞു, തങ്കു കൊല്ലണ്ട, വെറുതെ കുറച്ച് മതി, അധികം സീരിയസ് ആക്കണ്ട എന്നറിയാം, കാരണം ഇന്ന് എന്തേലും നടക്കുമെന്നറിയാം. തങ്കുചേട്ടൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പുഞ്ചിരിച്ചോണ്ട്, ഹരി ഞാൻ ഒരു ഐഡിയ പറയട്ടെ, എനിക്ക് നീയുമായിട്ടൊരു ഓട്ട മത്സരത്തിന് പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്, നീ റെഡിയാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട പാതി നമ്മുടെ ഹരിച്ചേട്ടൻ കമന്ന് കിടന്ന് ചിരിക്കാൻ തുടങ്ങി. ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ഓഫർ, ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് പോലും എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആള് ചോദിക്കുന്നത്. എന്നെയുമായിട്ട് ഓട്ട മത്സരം. തങ്കുചേട്ടൻ അറിയാം ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നതെന്ന്. ആള് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു, അവന്റെ ചിരിയൊക്കെ കഴിയട്ടെന്ന് വിചാരിച്ച്. ചിരിയൊക്കെ കഴിഞ്ഞ് നോക്കിയിട്ടും മനസ്സിലായി ഇത് വെറുതെ തമാശ പറഞ്ഞല്ല, കുറച്ച് സീരിയസ് ആയിട്ട് ആൾ ഉദ്ദേശിച്ചത്. പിന്നെ ആള് ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ മനസ്സിലാക്കി. ഓക്കെ, ഇതിപ്പോ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക, ഞാൻ പിന്മാറുവോ അതോ ഏറ്റെടുക്കും. പിന്നെ നമ്മൾ ഇത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ഹരിച്ചേട്ടനെ പിന്മാറാൻ പറ്റുമോ? ആള് പറഞ്ഞു, പിന്നെന്താ ബാ, ഞാൻ റെഡി. കാട്ടിലെ ഏറ്റവും പ്രൈം സ്പോട്ടിൽ ഇരുന്നോണ്ട് ആ കാര്യം പറയുന്നു. കാട്ടുതീ പോലെ ന്യൂസ് പടർന്നു. അടുത്ത ആഴ്ചത്തേക്ക് ഓട്ട മത്സരം ഫിക്സ് ചെയ്തു. അങ്ങനെ എല്ലാവരും എത്തി. അടുത്ത ഞായറാഴ്ചത്തേക്കാ അത്. ഞായറാഴ്ചയായി, എല്ലാ മൃഗങ്ങളും എത്തി, എല്ലാവരും റെഡിയായി. ഓക്കെ,
സ്വാഭാവികമായും കഥ എങ്ങനെയാ പോകുന്നത് നിങ്ങൾക്ക് അറിയാം. റെഡി ഗെറ്റ് സെറ്റ് ഗോ. തുടങ്ങി. ഹരിച്ചേട്ടൻ മിന്നല് പോലെ പാഞ്ഞു. കണ്ണത്താ ദൂരത്തോട്ട് ആള് മറഞ്ഞു കഴിഞ്ഞു. അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ തങ്കുച്ചേട്ടനാണെങ്കിൽ സാവധാനം, ആർക്കറിയാം എന്താ നടക്കേണ്ടതെന്ന് ആർക്കും അറിയാം. ഒറ്റ ലക്ഷ്യം മാത്രം, ഈ ഓട്ട മത്സരം തീർക്കണം, ജയിക്കണം. എന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹമാണെങ്കിൽ ഒരേ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. ഒരു ഗ്യാപ്പും ഇല്ല, ബ്രേക്കും ഇല്ല, വേറെ അശ്രദ്ധയൊന്നുമില്ല. തുടങ്ങി. ഹരിചേട്ടൻ കുറച്ച് ദൂരം എത്തി, ഏതാണ്ട് പകുതി ദൂരം എത്തി കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. എല്ലാം ട്രാക്ക് ഫുള്ള് ക്ലിയർ, പതിവ് പോലെ തന്നെ. കുറച്ച് ദൂരോട്ടൊന്ന് നോക്കിയപ്പോ ഒന്നുമില്ല കാണാൻ. അദ്ദേഹം ചിന്തിച്ചു, എന്തിനാ ഈ ആവേശം കാണിക്കുന്നത്, എനിക്കറിയാമല്ലോ ഇതാ നടക്കാൻ പോകുന്നത്. ഇനിയിപ്പൊ ഞാൻ ഓടി അവിടെ ചെന്നാലും എല്ലാവരുടെയും കയ്യടി കെട്ടണം, എല്ലാം ചെയ്യണം. കുറച്ച് എന്തായാലും ഒരു കാര്യം ചെയ്യാം, കുറച്ച് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള മരത്തിന്റെ അടിയിലോട്ട് പോയി റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. റെസ്റ്റ് എടുക്കുന്നതിന് പകരം കോൺഫിഡൻസ് കൂടിയിരിക്കുകയല്ലേ, ഇപ്പോഴേ അങ്ങ് ആഘോഷിച്ചു കൊടുക്കാം. അന്നേരം തന്നെ സ്മാർട്ട് ഫോൺ അങ്ങ് വെളിയിലെടുത്ത് നേരെ സോഷ്യൽ മീഡിയ കയറി കുറച്ച് സെൽഫി ഒക്കെ എടുത്തു. ഞാൻ ജയിക്കാൻ പോകുന്ന മത്സരമാണ്, ഇപ്പോഴേ നമുക്ക് ആഘോഷിച്ചു തുടങ്ങിയാലേ നിങ്ങൾക്കൊക്കെ ഒന്ന് കൈയടി ആരവമൊക്കെ നടത്തണ്ടേ, കമന്റിനൊക്കെ റിപ്ലൈ അയക്കണം, എന്തൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ സെൽഫി എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു, കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നു, ഒരേ ബഹളം. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ തങ്കുച്ചേട്ടന്റെ വിജയം തുടങ്ങുന്നത്. ഹരിച്ചേട്ടൻ ആഘോഷം തുടങ്ങുന്നു, തങ്കുച്ചേട്ടന്റെ വിജയം തുടങ്ങുന്നത് ഇവിടെ. തങ്കുച്ചേട്ടന് ഫോൺ നോക്കാൻ ടൈമില്ല, അഹങ്കാരമില്ല, വിശ്രമവും ഇല്ല. ഒരേ ലക്ഷ്യം, ഒരേ മാർഗം, ഒരേ ലക്ഷ്യം, അത് മാത്രം മുന്നിൽ. സാവധാനമാണേലും ഓരോ ചുവടും നല്ല നിശ്ചയദാർഢ്യത്തോടെ വെച്ച് തങ്കുച്ചേട്ടൻ മുന്നേറി. നമ്മുടെ ഹരിച്ചേട്ടൻ സോഷ്യൽ മീഡിയയിലെ ലൈക്കൊക്കെ എണ്ണി ആ ഇരിപ്പിരിക്കുക. ആ ഇരിപ്പിരുന്നിരുന്ന് സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല, നിങ്ങൾക്കറിയാം. പെട്ടെന്ന് ബോധോദയം വന്ന് നോക്കുന്നു, ചാടി എഴുന്നേൽക്കുന്നു. നേരത്തെ ആ ഒരു മിന്നലോട്ടം ഓടിയില്ലേ, അതിനേക്കാട്ടിലും സ്ട്രെസ് കൂടി ഒരു ഓട്ടം പിന്നെയും വെക്കുന്നുണ്ട്. എന്തുവാന്നറിയത്തില്ല, ഇത് ആള് കടന്നു പോയോ അല്ലെങ്കിൽ വരുന്നേ ഉള്ളോ ഒന്നും അറിയത്തില്ല. എന്തായാലും സമയം കുറെ പോയെന്ന് അറിയാം സോഷ്യൽ മീഡിയയിൽ. അവിടെ എങ്ങനെയും ഓടിച്ചെന്ന് നോക്കുമ്പം എന്താ സംഭവിച്ചേ ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ആമ അവിടെ എത്തി, അവിടെ തങ്കു അവിടെ എത്തി, എല്ലാരും കൈയടിക്കാൻ തുടങ്ങി. ചോദിക്കാനുണ്ടോ? ഇവിടെ ഒറ്റയ്ക്ക് ആഘോഷിച്ച ഹരിച്ചേട്ടൻ അവിടെ നോക്കിയപ്പം കാട്ടിലെ മൃഗങ്ങളെല്ലാം അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്നു. ഓരോരുത്തർ തങ്കുച്ചേട്ടാ കമോൺ എന്ന് പറഞ്ഞോണ്ട് ആരേലും പ്രതീക്ഷിച്ചു? ആരേലും ചിന്തിക്കാവുന്നൊരു കാര്യമാണോ കാട്ടിലെ ആമ മൊയിലിനെ തോപ്പിക്കുന്നു എന്നൊരു കഥ? തോപ്പിക്കുമെന്ന് എല്ലാവരുടെയും മനസ്സിൽ ചിന്ത എന്തുവാ? ഇത് നമുക്കറിയാം, ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം. പിന്നെ തങ്കുച്ചേട്ടന്റെ സീനിയോറിറ്റിയും പൊസിഷനും ഒക്കെ വെച്ചിട്ട് എല്ലാവരും ചിന്തിച്ച് ഇനി എന്തോ ആയിരിക്കും നടക്കുന്നത്, ഇവിടെ ഒരു പ്രൊഫസറാണ് വെല്ലുവിളിച്ച്, ചുമ്മാ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അങ്ങനൊക്കെ ഒരു മിക്സ്ഡ് ഫീലിംഗ് അവിടെ നടക്കുന്നത്. എന്തായാലും ഒറ്റയ്ക്ക് ആഘോഷിച്ച ഹരിച്ചേട്ടൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും നിന്ന് സെൽഫി എടുക്കുന്നു. തങ്കുച്ചേട്ടനാണ് ആ മത്സരത്തിൽ വിജയിച്ചത്. ഹരിക്ക് അഹങ്കാരം കൊണ്ട് സംഭവിച്ച തന്റെ വീഴ്ച എന്താണെന്ന് മനസ്സിലായി. അവിടാണ് നമ്മുടെ കഥ തീരുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹരിച്ചേട്ടന്റെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു. ടാലന്റ്, അങ്ങേരുടെ ടാലന്റ് എന്ന് പറയുന്നത് അങ്ങേരുടെ വേഗതയായിരുന്നു, ഒരു സംശയമില്ല നമുക്കല്ലേ. ചിന്താഗതി ആണേലും അങ്ങേരുടെ ഓട്ടത്തിലാണേലും എല്ലാം സ്പോട്ടിലാ, അത്രേ ഉള്ളൂ. ആത്മവിശ്വാസം അതുകൊണ്ട് കുറച്ച് കൂടുതലായിരുന്നു ആ കാര്യത്തിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അഹങ്കാരം. നമ്മുടെ തങ്കുച്ചേട്ടനാണെങ്കിൽ ആകെ മുതലായിട്ടുള്ളതെന്ന് പറയുന്ന ഫോക്കസും ശ്രദ്ധയും ആ ഒരു നിശ്ചയദാർഢ്യം, ശാന്തമായ പ്രകൃതി, ഈ ഒരു കാര്യങ്ങളാണ് തങ്കുച്ചേട്ടന്റെ മുതലായിട്ടുള്ളത്. അപ്പം എന്തായിരിക്കും മൊയൽ തോൽക്കാനുണ്ടായ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചാല് എന്തെങ്കിലും ഒരു പോയിന്റ്സ് നമുക്ക് ഓർമ്മ വരുന്നത്, നേരത്തെ അംബികാമൻ പറഞ്ഞു, ഓവർ കോൺഫിഡൻസ്. വേറെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? എന്തോ ആയിരിക്കും മൊയൽ തോക്കാനുണ്ടായ കാര്യം? ലക്ഷ്യത്തിന്റെ ഡയറക്ഷൻ വിട്ടുപോയി.
വിട്ടുപോയി. യെസ്, താങ്ക് യു. early celebration. ഏതാ, എന്താ സർ? Early celebration. ഏർലി ജയിക്കുന്നതിന് മുമ്പ് സെലിബ്രേഷൻ. യെസ്, celebrate ചെയ്യുക. സോഷ്യൽ അതെ മീഡിയയിൽ അതെ വെറുതെ അതെ ചുമ്മാ തോണ്ടിക്കൊണ്ടിരുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ചുമ്മാ അതെ തോണ്ടിക്കൊണ്ടിരുന്ന സമയങ്ങളൊന്നും. അത് 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 തന്നെയാ സാറ് പറഞ്ഞ ഏർലി സെലിബ്രേഷൻ. ജയിക്കുന്നതിന് മുന്നേ ആഘോഷം തുടങ്ങി സോഷ്യൽ മീഡിയയിൽ. അതന്നെ. അപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഓവർ കോൺഫിഡൻസും പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത്, അനസ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു? സാർ അൺമ്യൂട്ട് ചെയ്ത പോലെ തോന്നി. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാ സ്കില്ലും ഉണ്ട്. ആ, അതുകൊണ്ട് ഞാൻ കുറെ അതെ. സമയം വേറെ എനിക്ക് പ്രയോജനമല്ലാത്ത കാര്യങ്ങൾക്ക് ചെലവാക്കിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ. ആ ആ ആ ഓക്കെ, ഷുവർ ഷുവർ, താങ്ക് യു. അപ്പം അതായിരുന്നു നമുക്ക് നോക്കാൻ. അതപ്പം ഓവർ കോൺഫിഡൻസും മറ്റൊരു കാര്യം നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നത്, മറ്റൊരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇല്ലേ? ഒരാളെ ഓ. കുറച്ച് കാണുക. എന്താണെന്ന് അറിയുന്നതിന് മുന്നേ അങ്ങ് തീരുമാനിച്ചു ഇത് എനിക്കുള്ളതാ, നീ എനിക്കൊരു എതിരാളിയെ അല്ല എന്ന് പറയുന്ന രീതിയിൽ ഉള്ളൊരു പെരുമാറ്റമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഡിസിപ്ലിൻ ഇല്ലായ്മ എന്ന് നമുക്ക് പറയാം. ഓൺ ദി അതർ സൈഡ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് അപ്പൊ ആമ ജയിച്ചതെന്നുള്ളത് നമുക്കറിയാം. ജസ്റ്റ് ഫോക്കസ് ആൻഡ് കൺസിസ്റ്റൻസി അല്ലേ, അത് മാത്രം. ഇവിടെ ഇപ്പൊ നമ്മള് ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഡിസിപ്ലിൻ ഇല്ലാത്ത ടാലന്റ് ഇല്ലാത്ത ഡിസിപ്ലിന് മുന്നിൽ തോക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലേ? ഒരു ടാലന്റ് ഉണ്ട്, പക്ഷെ അതിന് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഉണ്ട്? നിനക്കുള്ള കഴിവിന് അതിന്റെ ഡിസിപ്ലിൻ വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് ചിന്തിക്കുകയും ചെയ്യേണ്ടത്. അപ്പോ ഇതിന്റെ മറ്റൊരു ഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് ഇതിന്റെ പുറകിലുള്ള മനഃശാസ്ത്രം നമുക്കൊന്ന് നോക്കാം ഈ ഒരു കഥയിൽ. ആദ്യം എനിക്ക് പറയാനുള്ളത് ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിയിലെ ഫാക്ടറാണത്. എന്താണ് അതിന്റെ ഡെഫിനേഷൻ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോഗ്നിറ്റീവ് ബയസ് വേർ ആൻ ഇൻഡിവിജ്വൽസ് സബ്ജക്റ്റീവ് കോൺഫിഡൻസ് ഇൻ ദെയർ ജഡ്ജ്മെന്റ്സ്, നോളജ് ഓർ എബിലിറ്റീസ് is higher than their objective accuracy or reality. ശരിക്കുമുള്ള റിയാലിറ്റിയെക്കാട്ടിലും കൂടുതലാണ് ഒരു വ്യക്തി ചിന്തിക്കുന്നത് താൻ ഇതാണ്. ഒരു ഹയർ പൊസിഷനിൽ എപ്പോഴും തന്നെ പ്ലേസ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയാണ് ഈ ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? അവിടെ നമുക്കറിയാം എപ്പോഴും ഒരു ഓവർ എസ്റ്റിമേഷൻ ആണ് സ്വയം ചെയ്യുന്നത്. എപ്പോഴും തന്റെ സ്കിൽസിലും തന്റെ കാര്യങ്ങളിലൊക്കെ ഓവർലി അങ്ങ് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു സാധാരണ ആവറേജിലുള്ള ആൾക്കാരെക്കാട്ടിലും എപ്പോഴും മേളിൽ തന്നെയാണ് ഞാൻ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലൈഫിൽ ഇത് നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ മനുഷ്യരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഇങ്ങനൊരു നേച്ചർ ഉള്ളവർക്ക് അധികവും പറ്റുന്ന പ്രശ്നങ്ങളാണ് ഈ പുവർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒന്ന്. നല്ലപോലെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർ പല കാര്യങ്ങളിലും പോയി എടുത്ത് ചാടുമ്പോഴും അല്ലെങ്കിൽ ചിന്തിക്കാതെ ചെയ്യുന്നത്. പിന്നൊന്ന് ഈ റെക്ലെസ് റിസ്ക് ടേക്കിംഗ് എന്ന് പറയും. റിസ്ക് ടേക്കിംഗ് നമ്മൾ റിസ്കുകൾ എടുക്കണമെന്ന് പറയും ലൈഫിൽ, പക്ഷെ അത് റെക്ലെസ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു കാറ്റഗറി വരുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ അതായിരുന്നു ഞാൻ പറഞ്ഞ ഓവർ കോൺഫിഡൻസ് ബയസ്. ഇവിടെ നമുക്കറിയാം മൊയല് ആണ് ഇവിടെ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ കാണുന്നത്. കാരണം എപ്പോഴും നാച്ചുറലി സുപ്പീരിയർ ആയിട്ടാണ് ആളെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ ഉള്ളതും ആ ഒരു രീതിയിൽ പെരുമാറുന്നതും ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം ഈ ഹൈ പെർഫോമൻസിന്റെ ഇടയിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് സാധാരണ. കാരണം അവർ പലപ്പോഴും പരാജയപ്പെടുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല നമുക്കറിയാം, പക്ഷേ പരിശ്രമത്തിന്റെ കുറവും കൊണ്ടാണ്. അവർ പരിശ്രമത്തിനെ മാനിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ പ്രീ ഡിഗ്രി ടൈമിൽ, അതായത് ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പൊ കൊമേഴ്സ് ഞങ്ങള് എലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ബേസിക് കൊമേഴ്സ് സബ്ജക്ട്സ് അല്ലാതെ സയൻസിലുള്ളവർക്ക് നമുക്ക് കോമൺ ആയിട്ട് ഈ മാത്തമാറ്റിക്സിന് എലക്ടീവ് സബ്ജക്ട്സ് ഉണ്ട്. മാത്ത് എടുക്കാം, അതല്ലെങ്കിൽ പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ജോഗ്രഫിയോ, ഇതാണ് എലക്ടീവ് സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്.
അപ്പൊ സയൻസിലുള്ളവരും മാത്ത് എടുത്ത്, കാരണം കുറച്ച് കട്ടിയാണല്ലോ അങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള മാത്തമാറ്റിക്സ്. അപ്പൊ പിന്നെ ഈ രണ്ട് സബ്ജക്ട്സ് കുറച്ചുകൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി, പെർസെന്റേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് എലക്ടീവ്സിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോഗ്രഫി. സ്വാഭാവികമായിട്ടും ഞാൻ മാത്സിന്റെ 7 അയലത്തൂടെ പോയില്ല, നേരെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എടുക്കുകയായിരുന്നു നമുക്ക് കൂടുതൽ പെർസെന്റേജ് കിട്ടാൻ വേണ്ടി. നല്ല മാർക്കായിരുന്നു, നല്ല രീതിയിൽ ഒന്നും ഇല്ലല്ലോ, നമുക്ക് എടുക്കുന്നത് തന്നെ കളിച്ച് നടക്കാൻ വേണ്ടിയാണ്. കാരണം എപ്പോഴും ഔട്ട്ഡോർ ആയിരിക്കും, ആക്ടിവിറ്റി ആയിരിക്കും, കുറച്ച് തിയറിയേ ഉള്ളൂ, ഇത്രയുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ആയിരിക്കുള്ളൂ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക, കളികളെ കുറിച്ച് അത്രയേ ഉള്ളൂ. നന്നായിട്ട് പെർഫോം ചെയ്തു, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ഓവർ കോൺഫിഡൻസ് ആയി, എന്തിനും ഇതധികം ടൈം കളയുന്നതിന്റെ പുറത്ത്. പിന്നെ അങ്ങനെ ടൈം അതിന്റെ പുറത്ത് സ്പെൻഡ് ചെയ്യുന്ന കുറഞ്ഞു വന്നു. പിന്നെ ബോർഡ് എക്സാമിന്റെ സമയം ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക്, ഫൈനൽ എക്സാമിന്റെ സമയത്ത് നോക്കിയാൽ മതിയല്ലോ എന്നൊരു രീതിയിൽ തന്നെ ആയിരുന്നു. ടീച്ചറിനും കോൺഫിഡൻസ് ഉണ്ട് എന്റെ കാര്യത്തിൽ, കാരണം ക്ലാസ്സിൽ ആ ഒരു സബ്ജക്റ്റിന് ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൺസിസ്റ്റന്റ്ലി ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ. പിന്നീട് അത് വിട്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് എന്റെ റിസൾട്ടും ഇറ്റ് വാസ് പ്രിഡിക്റ്റബിൾ. എനിക്ക് മറ്റു സബ്ജക്ട്സിനൊക്കെ കിട്ടിയേക്കാട്ടിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആവറേജ് ലെവലിൽ ആയിപ്പോയി ഈ സബ്ജക്റ്റിന് വന്ന മാർക്ക്. അത് എന്റെ ഓവറോൾ പെർസെൻറ്റേജിനെ തന്നെ കുറച്ചു. ഫ്യൂച്ചറിലോട്ടുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടുമെന്ന സബ്ജക്റ്റിനെയാണ് എനിക്ക് ഏറ്റവും കുറവായിട്ട് വന്നതും. അവിടെ തന്നെ ഒത്തിരി കാര്യങ്ങൾ മാറിപ്പോയി, നമ്മൾ ചിന്തിച്ചതിനെക്കാട്ടിലും പ്ലാൻ ചെയ്തതിനെക്കാട്ടിലും. ഈ ഒരൊറ്റ കാര്യം തന്നെ, ഓവർ കോൺഫിഡൻസ് ബയസ് എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു ഒരു എക്സാം. രണ്ടാമത്തെ കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൺസിസ്റ്റൻസി ബീറ്റ്സ് മോട്ടിവേഷൻ എന്നുള്ളത്. കൺസിസ്റ്റൻസി ബീറ്റ്സ് മോട്ടിവേഷൻ. ആമ മോട്ടിവേറ്റഡ് ആയിരുന്നില്ല ഇവിടെ, ആരെയും കമ്പയർ ചെയ്തതും ഇല്ല. അവൻ ആകെ ചെയ്തത് ഒറ്റ കാര്യം മാത്രം, ഒരു സ്റ്റെപ്പിന് മുന്നേ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക എന്നത്. നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? നമ്മളെല്ലാവരും യൂട്യൂബിലോ അല്ലാതെ എല്ലാം സോഷ്യൽ മീഡിയയില് ഇപ്പൊ 5 സെക്കൻഡ് 10 സെക്കൻഡ് വരുന്ന 15 സെക്കൻഡ്സ് വരുന്ന മോട്ടിവേഷൻ ക്ലിപ്പുകൾ നമ്മൾ കേൾക്കും ഇല്ലേ? അതിന്റെ മ്യൂസിക്കും അതിന്റെ ഈ കാര്യങ്ങളും ഒക്കെ ഒരു പ്രത്യേക ഉത്തേജനം നമുക്ക് തരുന്നു, ഒരു ഇമോഷണൽ സ്പാർക്ക് എന്ന് വിളിക്കുന്നത് അതിനെയാണ്. നമ്മളങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഉള്ളീന്ന് ഒരു കത്തൽ അങ്ങോട്ട് വരും, തീർന്നു, ഇത് അങ്ങോട്ട് നാളെ തൊട്ട് ഞാൻ ഇനിയിപ്പം വേറെ ലെവലാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഉഷാർ വരുന്നെന്ന് പറയുന്നത് എനിക്ക് സംഭവിച്ചിട്ടുള്ള കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മോട്ടിവേഷൻ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരാളല്ല ഉള്ളില്. അപ്പൊ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ആദ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഇതൊക്കെ ആയിരിക്കും കേൾക്കുന്നതും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അത് ശരിക്കും പറഞ്ഞ ഒരു ഇമോഷൻ, ഒരു വികാരമായിട്ട് നമുക്ക് ഈ മോട്ടിവേഷൻ നമുക്ക് വിളിക്കാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്ന. അവിടെയാണ് നമ്മൾ നേരെ അതിന്റെ മറുസൈഡ് എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ശരിക്കും അതാണ് ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ ലൈഫിൽ ഡിസിപ്ലിൻ വേണമെന്ന് പറയുമ്പം അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ കൺസിസ്റ്റൻസി ആണ് ആക്ച്വലി ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതൊരു ഡെയിലി ഹാബിറ്റ് എന്നൊക്കെ പറയുന്നത് പല നമ്മുടെ കാര്യങ്ങളിലും നമ്മൾ ശീലിക്കാൻ പറ്റുന്നത് ഈ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു ഹാബിറ്റ് ഫോളോ ചെയ്യുമ്പോൾ. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇവിടെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റോ എന്നുള്ള കാര്യം തന്നെ. ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സോ ഡയറ്റോ എന്നീ വാക്കുകളൊക്കെ നമ്മൾ എടുക്കുമ്പം നമ്മുടെ മൈൻഡിൽ കൂടെ ആദ്യം പോകുന്നത് നല്ല കൂടിയ ഡയറ്റുകളാണ്. കീറ്റോ ഡയറ്റ്, വാട്ടർ ഡയറ്റ്, ഫ്രൂട്ട് ഡയറ്റ്, അങ്ങനെ വലിയ വലിയ ഡയറ്റുകളുടെ പേരൊക്കെ നമുക്ക് ഓർമ്മ വരും. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വേഗം മൈൻഡിൽ വരുന്ന പിക്ചർ നല്ലൊരു ജിമ്മ്, നല്ലൊരു കോച്ച്, എയറോബിക്സ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്. നമ്മൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഇതെന്ത് നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ള പോലെ ഇങ്ങനെ ഫിറ്റ് ആയിട്ടിരിക്കുന്നതെന്നൊരു റിപ്പോർട്ടർ ചോദിച്ചപ്പം എന്തോ സാർ വളരെ സ്പെഷ്യൽ ഡയറ്റ് ആയിരിക്കും അല്ലേ? ഞാൻ വളരെ സിമ്പിളായിട്ട് ആ വ്യക്തി പറഞ്ഞു, ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കഴിക്കുന്നതിന്റെ അളവ് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ, എന്ത് കഴിച്ചാലും. വളരെ സിമ്പിളായിട്ട് അദ്ദേഹം ആൻസർ തന്നു. ഞാനത് എപ്പോഴും ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൂടെ കൊണ്ടുപോയി ഞാനും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അപ്പം എനിക്കിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനും എല്ലാം കഴിക്കും, അതിന്റെ ഒരു അളവ് മാത്രം ഒന്ന് നോക്കിയാണ്. ഫിറ്റ്നസിന്റെ കാര്യമാണേലും രാവിലെ നമ്മളൊരു സമയത്ത് എഴുന്നേൽക്കണം, എന്നിട്ട് ട്രാക്ക് ഇട്ടുകൊണ്ട് ഷൂസ് ഇട്ടുകൊണ്ട് നടക്കാൻ പോകണമെന്ന് നിശ്ചയിച്ചാൽ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങ് ഫോളോ ചെയ്യുവാണെങ്കിൽ അത് മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് നോക്കാനായിട്ട്. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആ ഒരു വിഷയം കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ മൂന്നാമത്തെ കാര്യം
പ്രോസസ് വേഴ്സസ് റിസൾട്ട് എന്നുള്ളതാണ്. മൊയലാണെങ്കിൽ ഇവിടെ റിസൾട്ട് ഫോക്കസ്ഡ് ആയിരുന്നു, അന്തിമമായിട്ടുള്ള റിസൾട്ട് മാത്രം അവൻ ചിന്തിച്ചിരുന്നു. അതേസമയം നമ്മുടെ ആമ പ്രോസസ് ഫോക്കസ്ഡ് ആയിരുന്നു. പ്രോസസ് എന്ന് പറയുന്നത് എപ്പോഴും ഹൗ എന്നുള്ള ഒരു കാര്യത്തിലാണ്. നമ്മുടെ കയ്യിൽ കൺട്രോളിലുള്ള കാര്യം ഈ ഹൗ മാത്രമാണ്. എങ്ങനെ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ്, നമ്മുടെ ആക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മുടെ കൺട്രോളിലുള്ള കാര്യം. അതുകൊണ്ട് ആ പ്രോസസ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്താൽ പിന്നെ റിസൾട്ട് അതിന്റെ വഴിക്കിങ്ങ് വരും. നമ്മൾ പ്രോസസ്സിനെ വിട്ടിട്ട് റിസൾട്ടിനെ മാത്രമാണ് നോക്കുന്നതെങ്കിലാണ് നമുക്ക് ആ ഒരു പരാജയത്തിലേക്ക് പോകേണ്ട വരുന്നതോ അല്ലെങ്കിൽ വിഷമവും സ്ട്രെസ്സും ഒക്കെ വരുന്നത് അതുകൊണ്ട് മാത്രമാണ്. റിസൾട്ടിനെ ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടത്തേ ഉള്ളൂ. ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മരത്തിന്റെ അടിയിൽ കിടന്ന് സെൽഫി എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്ത മൊയൽ പിന്നീട് സ്ട്രെസ് കൂടി ഒരു മരണപ്രാളം ഓട്ടം ഓടുക. കാരണം റിസൾട്ട് മാത്രം അവൻ ഫോക്കസ് ചെയ്തിരുന്നു. നമ്മുടെ ആമ എന്ത് സിമ്പിളായിട്ട് ഇവിടെ ജയിച്ച ആള് ഓരോ ചുവടും എടുത്തു വെച്ച് ആ റേസ് കംപ്ലീറ്റ് ചെയ്തത് ജസ്റ്റ് ബൈ ദാറ്റ്. അതാണ് അപ്പം 3 കാര്യങ്ങൾ. ഓവർ കോൺഫിഡൻസ് ബയസ്, കൺസിസ്റ്റൻസി ബീറ്റ്സ് മോട്ടിവേഷൻ, മൂന്നാമത്തെ പ്രോസസ് വേഴ്സസ് റിസൾട്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കൂടില്ലേ നിങ്ങള്? ഓക്കെ, താങ്ക് യു. ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറച്ച് പ്രൊഫഷണൽ പാഠങ്ങൾ എന്തെന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഞാൻ ആദ്യം ചോദിച്ചിരുന്നത്, നിങ്ങൾ മൊയലിന്റെ പേഴ്സണാലിറ്റി ആയിരുന്നെങ്കിൽ, ഇവിടെ ആരും നിങ്ങളായിട്ട് കമ്പയർ ചെയ്യല്ല, പക്ഷെ ഞാൻ ഈ പറയാം, നമ്മൾ ഈ മൊയലിന്റെ പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, കയ്യിലുള്ള കഴിവിന്റെ കൂടെ നമുക്ക് എപ്പോഴും നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിനയം എന്ന് പറയുന്ന ഒരു ചെറിയ ഇതാണ്. നമ്മൾ ആ ഒരു വിനയം എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് കൂടുള്ള ആ ടീമിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാം. നമ്മുടെ കൂടെയുള്ള ഒരാളോട് നമുക്ക് കുറച്ച് വിനയം തോന്നുമ്പോഴാണ് നമ്മുടെ ടാലന്റിന് കുറച്ചുകൂടെ ഒരു ബ്യൂട്ടി അവിടെ വരുന്നത്. ചിലപ്പോൾ ആ നമ്മുടെ ടാലന്റ് ഇല്ലാത്ത വ്യക്തിയായിരിക്കും, അതേസമയം നമുക്കില്ലാത്തൊരു ടാലന്റ് ആ വ്യക്തിക്കും ഉണ്ടാവും. അതെവിടെ നമ്മൾ കാണുന്നിടത്താണ് ആ ഒരു വിനയത്തിന്റെ ആ ഒരു ഗ്രോത്ത് വരുന്നത്. എപ്പോഴും പിന്നെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഈ ഒരു മൊയലിന്റെ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഒരു ഘടന ഉണ്ടാകണം. ഘടന ഇല്ലാതെ ആവുമ്പോഴാണ് ഈ ഒരു സ്ട്രക്ചർ ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത്. ഒരു സമയനിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ ഘടന വെച്ച് ചെയ്യുമ്പോഴാണ് അവിടെ കുറച്ചുകൂടെ ഒരു മീനിങ് വരുന്നത്. പിന്നെ ഇനിയുള്ളത് ആമയുടെ ട്രേറ്റ്. ആ ഒരു പേഴ്സണാലിറ്റിക്ക് എന്താണ് കുഴപ്പം? അവിടെ ഏറ്റവും കൂടുതൽ വരാറുള്ളത് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് ആമയുടെ ട്രേറ്റിലുള്ള ഒരു വിഷയം. അത് ഒഴിവാക്കുക. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒഴിവാക്കുന്നിടത്താണ് അവിടെ കുറച്ചുകൂടെ ഒരു ബ്യൂട്ടി ഉണ്ടാകുന്ന കാര്യങ്ങൾ. പയ്യെ ആണേലും സ്ഥിരത കൈവിടാതെ ഇരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഗോൾഡൻ റൂൾ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നുള്ളതിലും ജസ്റ്റ് ആകെ നോക്കേണ്ടത് ഇന്നലത്തെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതൽ എടുത്തോ എന്ന് ചിന്തിക്കുക. പയ്യെ ആണേലും മതി. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒരു സ്പീഡുണ്ട് കാര്യങ്ങൾ. ആ സ്പീഡും ആ പേസും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. വേറെ ആരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. കാരണം ഓരോരുത്തർക്കും ഓരോ സ്പീഡ് ഉണ്ട്, ഓരോ പേസ് ഉണ്ട്. അത് ആരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ലൈഫിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ അവൻ അങ്ങ് ചെന്നു, അവൻ അത്രയും ചെയ്തു, ഇവളിത്രയായി, ഞാനിവിടെ എത്തിയില്ല. അങ്ങനല്ല. നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആകെ ഇന്നത്തെ നിങ്ങളെ കമ്പയർ ചെയ്താൽ മതി. ഇന്നലെ എന്ത് ചെയ്തു ഞാൻ ഇന്ന് എത്രയും കൂടുതൽ ചെയ്തു. അവിടെ മാത്രം നമുക്ക് ആ ഒരു നമ്മളെ കമ്പയർ ചെയ്യുന്നതും ആ ഒരു ഗ്രോത്തും നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് ചെയ്യണം. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്റെ ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റ് കേട്ടോ. എന്റെ ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റില്, കാരണം ഞാൻ ഒരു ഫുഡിയാണ്, വളരെ ആസ്വദിച്ച് എന്റെ ഫുഡ് കഴിക്കാറുള്ളത്. എനിക്ക് വേഗം കഴിക്കാൻ പറ്റത്തില്ല, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വളരെ ആസ്വദിച്ച് മെല്ലെ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ. ഇതൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഒരു ടൈമിലായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അത് കറങ്ങാൻ പോകും. കൂടെ ഉള്ളവരെല്ലാരും വേഗം എങ്ങനെയാണോ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോഴും എനിക്ക് എപ്പോഴും തെറിയും ബഹളമായിരിക്കും. നീ എന്തോ കാണിക്കുവോ, വേഗം കഴിക്കുക, എഴുന്നേക്ക്, വാ പോവണ്ട് എന്ന് വെച്ചാൽ ഞാൻ എന്റേതായ ഒരു പേസിൽ എനിക്ക് കുറച്ചൊരു മിനിമം ടൈം വേണം ഫുഡ് കഴിക്കാനായിട്ട്. അത് പിന്നീട് ആ ഒരു അത്രയും കുറച്ചുകൂടെ നോളജ് ആയി കഴിഞ്ഞിട്ട് മനസ്സിലായി എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫുഡ് മെല്ലെ കഴിക്കുക എന്നുള്ളത്. കാരണം നിങ്ങളുടെ ഡൈജഷൻ തുടങ്ങുന്നത് നിങ്ങളുടെ വായിൽ നിന്നാണ്. കറക്റ്റ് ആയിട്ട് ഫുഡ് ചൂ ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്നിടത്താണ് നിങ്ങൾ ആക്ച്വൽ
ആ ഫുഡിന്റെ ഡൈജഷനും ഇഞ്ചക്ഷനും എല്ലാം തുടങ്ങുന്ന അവിടുന്നാണ് അബ്സോർപ്ഷൻ തുടങ്ങുന്നത് നിങ്ങളുടെ ബോഡിയിലേക്ക്. അവിടുന്നാണ് ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതും അകത്തുള്ള നമ്മുടെ ഗട്ടിനും നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിനും എല്ലാം വർക്ക് ലോഡ് കുറയേണ്ടതും റിയൽ അബ്സോർപ്ഷൻ നടക്കേണ്ടതും നമ്മുടെ മൗത്തിൽ നിന്നാണ്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആ പേസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത. അപ്പം നമുക്ക് എല്ലാവർക്കും ലൈഫിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഓരോ രീതിയിൽ നമുക്ക് പേസ് ഉണ്ട്. ആ പേസ് നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ ഡെവലപ്പ് ആവുന്നു, വളരുന്നു ഇന്നലത്തെയിൽ നിന്ന്, അതെവിടാണ് നമ്മൾ നമ്മുടെ ആ പേസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇവിടെ നമ്മൾ ഈ ഒരു 2 പേഴ്സണാലിറ്റീസ് തമ്മിൽ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരുന്നത് ഒരു ടീമിലായിരിക്കുമ്പോഴാണ്. ഒരു ടീമിലായിരിക്കുമ്പം എവിടെ ആണേലും കേട്ടോ, ഇപ്പം ഏതൊരു ഓർഗനൈസേഷനിലാണേലും, ടീച്ചേഴ്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ IT-യിലാണേലും അല്ലെങ്കിൽ സെയിൽസിലാണേലും ലോജിസ്റ്റിക്സിലാണേലും പ്രൊഫഷണൽ എവിടെ ആണേലും നമ്മളൊരു ടീമായിട്ട് ഇരിക്കുമ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലീഡർ ആകാനുള്ള ലീഡർ ആണെങ്കിൽ, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ഈ 2 പേഴ്സണാലിറ്റി ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും അവരെ തമ്മിൽ കമ്പയർ ചെയ്ത് അവരുടെ ഇടയിൽ ഒരു ഇഷ്യൂസ് ആകാതെ നമ്മൾ എപ്പോഴും ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ടീം ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഒരാൾക്കുള്ള കഴിവല്ല മറ്റൊരാൾക്കുള്ള കഴിവ്, അല്ലേ? ശരിയല്ലേ? ഒരു വ്യക്തിക്കുള്ള കഴിവ് അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിക്കും ഉണ്ടാവണമെന്ന് നമ്മൾ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് എല്ലാവർക്കും എല്ലാം വീതിച്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഒരാൾക്ക് ഒന്നിലുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊന്നിലായിരിക്കും, അല്ലേ? അപ്പൊ ആ ഒരു ടീമിനെ നമ്മൾ ഒരുപോലെ അത് മനസ്സിലാക്കി ഒരുമിച്ച് കൊണ്ടുപോകുന്നിടത്താണ് ഒരു ടീമിന്റെ ബ്യൂട്ടി. അതപ്പോ ആ ഒരു ടീം ലീഡറോ അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി വളരെ കറക്റ്റ് ആയിട്ട് അത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോഴാണ് നമുക്കൊരു ബ്യൂട്ടിഫുൾ ടീം ഉണ്ടാകുന്നത്, റൈറ്റ്? അപ്പം ചെറിയൊരു ആക്ടിവിറ്റി ആയാലോ നമുക്ക്? കുറെ ഞാൻ സംസാരിച്ചത്, ചെറിയൊരു ആക്ടിവിറ്റി ആയാലോ? താങ്ക് യു അനസർ. യെസ്. ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാം. ചെറിയതാണ്, ഒരു ചെറിയ സെൽഫ് അസസ്മെന്റ്, സെൽഫ് റിയലൈസേഷൻ പോലത്തെ ഒന്നാണ്. ജസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5 എണ്ണം ഞാൻ ചോദിക്കാം. ഇതില് നിങ്ങൾ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ ആ നോന്റെ പുറത്ത് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. അവിടാണ് നിങ്ങളുടെ ഒരു അസസ്മെന്റ് ആൻഡ് റിയലൈസേഷൻ വരേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐ ഫിനിഷ് വാട്ട് ഐ സ്റ്റാർട്ട്. ഞാൻ തുടങ്ങുന്ന കാര്യം എന്താണേലും ഞാൻ അത് തീർത്തു. യെസ് ഓർ നോ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഈസിലി. നമ്മൾ ഈ കാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും മറ്റൊരു കാര്യങ്ങൾ ഇടയ്ക്ക് വരുമ്പോൾ വേഗം ഡിസ്ട്രാക്റ്റഡ് ആവും. ഇന്നത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ ആയിട്ട് നമുക്കുള്ള കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഫോൺ തന്നെയാണല്ലോ. അപ്പം അതിൽ നിന്ന് ഡിസ്ട്രാക്ഷൻ ആവാറുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് വഴിമാറാറുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ആണ് എഴുതേണ്ടത്. യെസ് ഓർ നോ, യെസ് ഓർ നോ. നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു റിയലൈസേഷൻ മാത്രമാണ്. ദി എസെൻസ്, ദി കോർ എസെൻസ് ഓഫ് ഇറ്റ്, നിങ്ങൾ നിങ്ങളുടെ എന്തിലാണോ ഫോക്കസ് അതിൽ നിന്ന് മാറിപ്പോയി, ആർ യു ലൂസിങ് ദി പേർപ്പസ് ഓഫ് ഇറ്റ് എന്ന് മാത്രമാണ് ഈ ഒരു യെസ് ഓർ നോയിലുള്ളത്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐ അണ്ടർ എസ്റ്റിമേറ്റ് സ്മോൾ ടാസ്ക്. ഐ അണ്ടർ എസ്റ്റിമേറ്റ് സ്മോൾ ടാസ്ക്. യെസ് ഓർ നോ? ചിലപ്പോൾ ഈ ഗോളിലേക്ക് വരുന്ന സ്മോൾ ടാസ്ക് ഒക്കെ ഉണ്ടാവാം. അവിടെ നമ്മൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ളൊരു കാര്യം. ഓക്കെ, താങ്ക് യു. നാലാമത്തെ ചോദ്യം, ഐ ഡിപ്പെൻഡ് ഓൺ ലാസ്റ്റ് മിനിറ്റ് പ്രഷർ. ഐ ഡിപ്പെൻഡ് ഓൺ ലാസ്റ്റ് മിനിറ്റ് പ്രഷർ. ഓക്കെ, താങ്ക് യു. ഈ ആൻസേഴ്സ് നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം ഇതിനകത്ത് നോ വരുന്ന കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യാൻ വരേണ്ടത്. ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐ വർക്ക് കൺസിസ്റ്റന്റ്ലി ഈവൻ വെൻ നോ വൺ ഇസ് വാച്ചിങ്.
ആരും നോക്കാനില്ലല്ലോ, ആരും ജഡ്ജ് ചെയ്യാനില്ലല്ലോ, അല്ലെങ്കിൽ എവിടെയും ആവശ്യമില്ലല്ലോ. എവിടെ ഒരു നമ്മളൊരു ടീമിലാണോ നമ്മുടെ ഓഫീസിലാണോ ആരും നോക്കുമ്പം പെട്ടെന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യബോധമുണ്ട്, കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങൾക്ക് ഓൾറെഡി അഡ്വൈസ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആരും നോക്കണമെന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാൻ. മനസ്സിലായല്ലോ 5 ക്വസ്റ്റ്യൻസ്. അതാണ് ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഈ 2 മൃഗങ്ങളുടെയും ക്വാളിറ്റീസ് നമുക്കറിയാം അല്ലേ? എന്നാൽ ഇവിടെ ഞാൻ ലൈഫിൽ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു റിയൽ ആപ്ലിക്കബിലിറ്റി വരുന്നത് എന്നുള്ളതാണ്. ഒരു അച്ചടക്കമുള്ള ഒരു മുയലാകുമായിരുന്നെങ്കിൽ മുയൽ ജയിച്ചേനെ അല്ലേ? ശരിയല്ലേ? ഈ ഒരു കഥയിൽ ഒരു ട്വിസ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നെങ്കിൽ അവന് കുറച്ച് അച്ചടക്കം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ. അല്ലെങ്കിൽ ഒരു ആമയുടെ കാര്യത്തില് ഇൻഫീരിയോറിറ്റി ഇല്ലാതെ കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നവനായിരുന്നെങ്കിൽ അവന്റെയും പേഴ്സണാലിറ്റി കുറച്ച് ഇതായിരുന്നു. ഇവിടുത്തെ കഥയായിട്ടല്ല ഞാൻ പറയാം, പൊതുവെ എന്നുള്ള രീതിയിൽ. ആ ഒരു ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫില് നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറണമെന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. എപ്പോഴും നമുക്ക് ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് മാത്രം നിൽക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം സിറ്റുവേഷൻസ് അനന്തമായിരിക്കും. ഏത് രീതിയിലാണ് നമുക്ക് ഒരു സിറ്റുവേഷൻ, ലൈഫിലെ ഒരു സിറ്റുവേഷൻ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ചില ക്വാളിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി കളിക്കാൻ നമുക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും നമ്മൾ സ്ലോ ആയിട്ടിരുന്ന് ഒത്തിരി ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്താൽ മേ ബി ദാറ്റ് സിറ്റുവേഷൻ ഇസ് ഡിമാൻഡിങ് സംതിങ് എൽസ്. യു ഹാവ് ടു ഡു സംതിങ് ഫാസ്റ്റ്. നമ്മൾ കുറച്ചുകൂടെ പ്രൊആക്റ്റീവ് ആയിരിക്കണം, വേഗം ചിന്തിക്കാൻ പറ്റണം. അവിടെ നമ്മളെ തന്നെ മനസ്സിലാക്കണം. ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം നമ്മൾ ആ കാര്യങ്ങളുടെ പുറത്ത്. എപ്പോഴും ലൈഫ് ഒരു റേസ് മാത്രമല്ല, അതെപ്പോഴും ഒരു മാരത്തോൺ അല്ലേ നമുക്ക്. ഒരു റേസ് മാത്രമാണോ? ഒരേ സമയത്ത് തന്നെ എത്ര ഓട്ടമാണ് നമ്മൾ ഓടുന്നത്, എന്തൊക്കെ ഓട്ടങ്ങളായിരിക്കും ഓടുന്നത് അല്ലേ? ഒരു മാരത്തോണായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫ് തന്നെയാണ്. അവിടെ അപ്പം നമുക്ക് ഒരു സ്ട്രാറ്റജി പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് വേഗത വേണം, ഓയിലിന്റെ വിട്ട്. മറ്റു ചിലപ്പോൾ സഹനമാണ് വേണ്ടത്. ചിലപ്പോഴൊക്കെ നമുക്ക് തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റണം, ഇല്ലേ? സ്ട്രാറ്റജീസ് നമ്മൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴും എന്നും നമ്മളെ ഓരോ സമയത്ത് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കേണ്ടി വരും. വിത്ത് എക്സ്പീരിയൻസ് നമ്മുടെ സ്ട്രാറ്റജീസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരേ തെറ്റ് വീണ്ടും ഒരു തവണയോട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും അതേ തെറ്റ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ യു ഹാവ് ടു അനലൈസ് യുവർ സെൽഫ്. എന്താണ് പ്രോബ്ലം, എന്തുകൊണ്ട് സംഭവിക്കുന്നു, റെക്ടിഫൈ ഇറ്റ്. ചിലപ്പോൾ സഹകരണവും വേണം, ഇല്ലേ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാതെ പറ്റത്തില്ല. വി ഹാവ് ടു. ഇനി നമുക്ക് ചെറുതായിട്ട് ഞാനിവിടെ ഒരു സെൽഫ് റിയലൈസേഷന്റെ ഒരു എക്സസൈസ് പോലെ നമുക്കൊന്ന് നോക്കാം. താല്പര്യമുള്ളവർക്കൊന്ന് കണ്ണടച്ചാൽ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ യുനോ ആ ഒരു മൈൻഡിൽ നിന്ന് പോവാതിരിക്കാണ്. സിമ്പിളായിട്ട് ഫസ്റ്റ് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഏത് റേസിലാണെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മളെല്ലാവരും ഓരോ റേസിലാണ് ലൈഫിൽ, അല്ലേ? ഇപ്പോ നിങ്ങൾ ഓടുന്ന ഓട്ടം, ലൈഫിലെ ആ ഓട്ടം ഏത് റേസ് ആണെന്ന് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. രണ്ടാമത്, ഓവർ കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങളുടെ ആ ഒരു റേസിൽ? ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടാസ്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം, ആ ഒരു റേസ് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. ആ ഒരു റേസിൽ നിങ്ങൾ ഓവർ കോൺഫിഡൻസോടെ ഇരിക്കുകയാണോ? മൂന്നാമത്തെ, ഇനി അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് എന്നൊരു പ്രോബ്ലം കൊണ്ട് മന്ദഗതിയിലാണോ നിങ്ങൾ ഈ റേസിന് തയ്യാറെടുക്കുന്നതും പോകുന്നതും? ഓക്കെ, എല്ലാവർക്കും കണ്ണുകൾ തുറക്കാം. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആ ഒരു എസെൻസ് കിട്ടിയാ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യത്തിനുണ്ട്. നമ്മളെല്ലാരും ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ജീവിതത്തിൽ റേസുകൾ വേഗതയെക്കുറിച്ചല്ല നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. അത് സ്വയം നമ്മളെ കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഓരോ അവസരമാണ്. ഓരോ ഇൻസ്റ്റൻസും ഓരോ സിറ്റുവേഷനും ഓരോ എക്സ്പീരിയൻസും. അത് എക്സ്പീരിയൻസ് ആകുന്നതിന് മുന്നേ ഓക്കെ ഇങ്ങനൊരു കാര്യം വരുന്നു, ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ശരിയല്ലേ? അപ്പം
അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ പ്രോസ് ആൻഡ് കോൺസ്, നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഓരോ ടൈമും നമ്മൾ മോൾഡ് ചെയ്യപ്പെടണം. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു മിസ്റ്റേക്ക് 2 തവണ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ then there is something wrong with us. അവിടെ നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം. നമ്മൾ ചിന്തിച്ച് നമ്മൾ എവിടാണോ നമുക്ക് ഒരു തിരുത്തല് വേണ്ടത് അത് നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത റേസ് ജയിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ഓടേണ്ടത്, വളരാൻ വേണ്ടി ഓടണം. നമ്മൾ വളരുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ളവരും വളരുന്നത്. സോ നമ്മൾ വളരാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ഓടേണ്ടത്, ജയിക്കാൻ വേണ്ടിയായിരിക്കും. താങ്ക് യു സോ മച്ച്. അതാണ് നമ്മുടെ സെഷൻ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. എന്ത് തോന്നുന്നു? Thank you very much, JK. Your session was very good. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഒരു സെൽഫ് അനാലിസിസിന് പല ആക്ടിവിറ്റീസിലൂടെ പല ഓപ്പർച്യൂണിറ്റീസ് നൽകി. പിന്നെ കഥയാണെങ്കിലും ഇപ്പോഴത്തെ കാലത്തിന് ടൈലർ ചെയ്തുകൊണ്ടാണ് ആ കഥ പറഞ്ഞത്. സോ ദാറ്റ് മെയ്ഡ് ഇറ്റ് ഈവൻ മോർ ഇഫക്റ്റീവ്. ആൻഡ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അത് ചിന്തിക്കാനും അവിടെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഒക്കെ വരാനും ഒക്കെ പറ്റി. സോ യു പ്രസന്റഡ് ഇറ്റ് റിയലി വെൽ വിത്ത് കോൺഫിഡൻസ് ആൻഡ് മുഖത്ത് ആവശ്യത്തിനുള്ള സ്മൈലും ഒക്കെ കൊണ്ടുവന്ന് വളരെ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് തന്നെയാണ് ആ മെസ്സേജ് എല്ലാവർക്കും കൊടുത്തത്. വിഷമിച്ച് വെള്ളം കുടിക്കാനല്ലേ? അപ്പൊ ഇപ്പം വെള്ളം കുടിച്ചോ? വിഷമിച്ചല്ല, തൊണ്ട തൊണ്ട വളഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, തൊണ്ട പറഞ്ഞു തൊണ്ട വളഞ്ഞു. പറയാനായിട്ട് വരുന്നില്ല. എനിവേ, വെരി ഗുഡ് സെഷൻ. ഐ എം സോറി ഐ ഹാവ് ടു ലീവ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ജമ്പ് ചെയ്തത്. ഫീഡ്ബാക്ക് പറയാം. സോ കൺഗ്രാറ്റുലേഷൻസ്. All the best. Thank you so much. Yeah, for everything. Okay, sure, then. Sure. Bye. Thank you, ma'am. Thank you so much. പറയൂ അംബിക മാം. ഹലോ JK സാർ, നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ ഇൻട്രോ പറഞ്ഞ ഷബനയും കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. Thank you so much. താങ്ക് യു. എന്താണെന്ന് വെച്ചാല് ചെറിയൊരു ത്രെഡ് എടുത്ത് നന്നായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള സംഗതി തന്നെയാണെങ്കിലും അതിനെ വ്യത്യസ്തമായ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്തു. അതായത് നമ്മുടെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് അതിനെ സ്ക്രിപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലെ? സ്ക്രിപ്റ്റ് എഴുതി തന്നെയല്ലേ അത്? അപ്പൊ അതിനൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു. അതിന് വളരെയധികം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു കഴിവുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അത് നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു കാര്യം. ഓവർ കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത്, ഞാനിങ്ങനെ പോളിടെക്നിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ. അപ്പൊ അവിടെ വരുന്ന ചില പിള്ളേരൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവര് എല്ലാവരും A+ ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന പിള്ളേരുണ്ടല്ലോ. അപ്പൊ ഫുൾ A+ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലര്. അപ്പൊ ചിലര് അവർക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. വന്ന് ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇങ്ങനെ ഇരിക്കും, ഞാനിങ്ങനെ A+ ആണ്, ഫുള്ള് എനിക്ക് മാത്സിനൊക്കെ A1 ആണ്, അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ നമ്മളിങ്ങനെ പഠിക്കണ കാര്യം പറയുമ്പോഴൊന്നും ഇവർക്ക് അത്ര വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് അപ്പൊ ജയിച്ചൊക്കെ ഇവര് പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഇത് ലാസ്റ്റ് പ്ലേസ്മെന്റ് ഒക്കെ വരും. ആ സമയത്താണ് ഇവര് പെടുക. ആ സമയത്ത് അപ്പൊ ചിലപ്പോൾ നമ്മളൊന്നും വിചാരിക്കാത്തവരായിരിക്കും കയറിയ പ്ലേസ്മെന്റിൽ പോകുക. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്ക് ആ ഓവർ കോൺഫിഡൻസ് ആണ് ഇവർ അതിനകത്തേക്ക് ആ ഒരു ഫെയിലിയറിന് കാരണം. അപ്പം നമ്മൾ പിൻനിരയിൽ നിൽക്കുന്ന പല കുട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരായിരിക്കും ഇൻഫോസിസ്, ടാറ്റ, LSI, അങ്ങനെ കുറെ കമ്പനീസ് വരാറുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ നല്ല പ്ലേസ്മെന്റ് കിട്ടി അവർ പോകും. ഇവര് ഈ ഓവർ കോൺഫിഡൻസും പൊക്കറ്റിലിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അതിപ്പോ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ എന്തായാലും കൺസിസ്റ്റൻസിനെ കുറിച്ചിട്ടും പിന്നെ നമ്മൾ സക്സസ് ആവാൻ എന്തൊക്കെ ചെയ്യണമെന്നെ കുറിച്ച് ഒരുപാട് നല്ല മെസ്സേജ് ആണ് പാസ് ചെയ്തത്. അപ്പൊ ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞത് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്റെ കൂടെ ഉള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട്. സത്യം പറയട്ടെ, ഞാൻ എന്റെ കൂടെ സ്കൂളിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ 10ാം ക്ലാസ് പാസ്സായില്ല. കാരണം അവന്റെ കയ്യിരിപ്പം കൊണ്ട് സ്കൂളിൽ നിന്ന് വെളിയിലാക്കുമായിരുന്നു. കാരണം എന്റെ സീനിയർ ആയിട്ട് വന്നതാണ്, പിന്നെ എന്റെ ജസ്റ്റ് സീനിയറായി, പിന്നെ എന്റെ ലെവലായി, പിന്നെ എന്റെ താഴോട്ടും ആയി. ആൾ ഡീ പ്രൊമോഷൻ ആയിരുന്നു ആൾക്ക്. പിന്നെ അവസാനം സ്കൂൾ തന്നെ പറയും, നീ വീട്ടിൽ പൊക്കോ, നീ ഇനി ജീവിതത്തിൽ ഒന്നും ആവാനില്ല. അവൻ ഇന്ന് ഇവിടെ തന്നെ ഉണ്ട് എന്റെ കൂടെ. എന്ന് വെച്ചാല് ഈ രാജ്യത്തുണ്ട് ആളിന്ന് വലിയ ഒരു മൾട്ടിനാഷണൽ പെർഫ്യൂം കമ്പനി നടത്തുന്ന ഒരു ഓണറാണ്. അത് ജസ്റ്റ് ബിലീവ് ഇറ്റ്. 10ാം ക്ലാസ് ഫെയിൽ ആയിരുന്നു. എന്നിട്ട്
ഇതാണ് ആളെന്ന്. സോ നമുക്ക് കമ്പയർ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുന്നത് ആളുടെ ഉള്ളിലെ കഴിവൊന്നാണ്, ആൾക്ക് പഠിക്കാൻ പറ്റത്തില്ല, അത് അവന് താല്പര്യമില്ല എന്ന് വെച്ചുകൊണ്ട് ലൈഫിൽ വലിയൊരു സക്സസ് ആയി മാറുകയായിരുന്നു ആൾ. ജേക്കബ് സർ വളരെ നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. സമയം പോയത് അറിഞ്ഞില്ല. നല്ല താങ്ക് യു അടിപൊളി സർ, സെഷൻ ആയിരുന്നു. താങ്ക് യു. ഒരുപാട് പോയിന്റ്സ് കിട്ടി. പിന്നെ എനിക്ക് നന്നായിട്ട് സ്വാധീനിച്ചിട്ടുള്ള ഒരു കഥയാണ് അത്. അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ മുയലിനെ പോലെയാണ് പണ്ടൊക്കെ ഞാൻ എണ്ണത്. കുറെയൊക്കെ ഞാൻ മാറ്റിയത് ഇപ്പോ EFT ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോ EFTയിൽ ഞങ്ങൾ റൂട്ട് കോസ് നോക്കി പോകും ബാക്കിലുള്ളത്. അപ്പൊ ഞാൻ ഈ കഥ എന്നെ ഹീൽ ചെയ്തിട്ടുള്ള ആളാണ് പോയിട്ട്. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് മുയലിനോട് ഭയങ്കര എമ്പതി തോന്നിയിട്ടുണ്ട് ചെറുപ്പത്തില്. പിന്നെ ഒരു പരസ്യത്തില് ഏത് പരസ്യാന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ എപ്പോഴോ മുയൽ ജയിക്കുന്നതായിട്ട് ഒരു പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത്. മടിയനായിട്ടും ജയിച്ചല്ലോ. അപ്പൊ എന്റെ ഒരു തോട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം ചെയ്യാൻ പറ്റും. കുറച്ച് നമുക്കൊരു അറിയാലോ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബോറടിച്ചിരിക്കേണ്ടി വരില്ലേ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ ലേറ്റ് ആക്കുക ചെയ്യാറുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇപ്പൊ റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറടി അല്ലേ നമ്മള് പോകുന്ന അതെ, സമയം അതെ. വരെ. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. അത് ഇപ്പൊ കുറേ മാറ്റം വന്നു കേട്ടോ EFT ഒക്കെ ചെയ്ത ശേഷം. അപ്പൊ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് പോയിന്റ്സും കിട്ടി. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു, താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു. വേണു സാറിന് നേരത്തെ മെസ്സേജ് ഇട്ടായിരുന്നു, ആക്കെന്തോ ഉണ്ട് അതെ പറഞ്ഞ് അതെ പോണമെന്ന് പറഞ്ഞു. പോണമെന്നുണ്ട്. ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? യെസ് മാം. യെസ് ജേക്കബ് പറയൂ. സർ, ഗുഡ് ഈവനിങ്. റഷീദ മാം. ഹായ്, ഗുഡ് വളരെ ഈവനിങ് റഷീദ വ്യത്യസ്തമായ ഒരു മാം. പ്രസന്റേഷൻ ആയിരുന്നു. ഗുഡ് പറയൂ. ഈവനിങ്, ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ലേ? കേൾക്കാം, കേൾക്കാം, കേൾക്കുന്നു. കേൾക്കാം, പറഞ്ഞു. സാറിന്റെ ഇതുവരെ കണ്ടതിലുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ത്രൂ ഔട്ട് നമ്മൾ ആ സെഷനിൽ പിടിച്ചിരുത്തി ആ കഥേനെ ഒരു ഡിഫറെന്റ് രീതിയിൽ പ്രസന്റ് ചെയ്തു. നമ്മൾക്ക് അതിൽ ഒരു ഹാസ്യമൊക്കെ കൊണ്ടുവന്നു. ആ കഥയിലൂടെ ആ കാര്യത്തെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഡിസ്ട്രാക്ടർ ആയില്ല കേട്ടോ സാർ. ഞാൻ കംപ്ലീറ്റ്ലി അതിൽ ഇൻവോൾവ് ആയിട്ടിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ആക്ടിവിറ്റീസ് തന്നതും അതും ഒരു അവയർനെസ് ആയിരുന്നു ശരിക്കും. സെൽഫ് ഡൗട്ട് ഉണ്ടോ എന്നുള്ള പോയിന്റിലൊക്കെ ഞാനൊക്കെ ഒന്ന് സ്റ്റെക്കാണ്. അപ്പോ നല്ലൊരു സെഷൻ ആയിരുന്നു. ഇനിയും നല്ല താങ്ക് യു, നല്ല സെഷൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ ഓൾ മച്ച്, ദ താങ്ക് ബെസ്റ്റ്. യു മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നോമ്പായ ഇന്നത്തെ ഈ ഒരു യെസ് പറയൂ. ഇല്ല, പറയൂ, നോമ്പായ ആരായിരുന്നു പറഞ്ഞു? ആരോ ഹാൻഡ് അംബികം. ഗുഡ് ഹാൻഡ് ഈവനിങ് റൈസ് ചെയ്ത് ജേക്കബ് ആരായിരുന്നു? സർ. ഗുഡ് ഞാൻ വരുമ്പോ അപ്പൊ തന്നെ റൂഫ് സാർ വന്നോളൂ. ഇത്രയും നേരം കാത്തിരുന്നതാ. നോക്ക്, അപ്പൊ തന്നെ കേറി വന്നിരിക്കണു. നല്ല സെഷൻ ആയിരുന്നു സാറ്. കഥ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ ആമയും മുയലും സത്യത്തില് മത്സരിക്കേണ്ട ആളുകളാണോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. ആമ ജയിച്ചു മുയലിന്റെ മടി കാരണം. പക്ഷെ എപ്പോഴും ആമ ജയിക്കണമെന്നില്ല. അപ്പൊ കോമ്പറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പറ്റൻസിയുമായിട്ട് മാച്ച് ചെയ്യുന്നവരോട് പോയിട്ട് വേണം മത്സരം പ്രഖ്യാപിക്കാൻ. ഇല്ലെങ്കിൽ തോൽക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഗുസ്തി പിടിക്കുമ്പം നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരോട് പോയി പിടിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തോൽക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് ഡീമോട്ടിവേഷനൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഓവറോൾ അടിപൊളി സെഷൻ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അംബികാമയം പറഞ്ഞ പോലെ കേട്ടിട്ടുള്ള കഥയാണെങ്കിലും ഒരു പുതുമയുണ്ടായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ പറയാൻ വെച്ചതും കൂടെ ഇപ്പൊ റൂഫ് സാറ് പറഞ്ഞിട്ട് പോയി. ആമയും മുയലിനെ മത്സരിപ്പിച്ച് മതിയായി, ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ പോയതായിരുന്നു. മുയലിന് എപ്പോഴും മുയലിൻ്റെതായ ഒരു ഇത് കൊടുക്കണം. മുയൽ ഓടി തീർത്തോട്ടെ. ഇപ്പൊ അങ്ങനെ ആമ ആയതുകൊണ്ടല്ലേ മുയൽ അങ്ങനെ പയ്യെ നിന്ന് കൊടുത്തത്. ഇല്ലെങ്കിലോ ഒരു മുയൽ വേറൊരു മുയൽ അതേപോലെ ഒരു ഓടുന്ന ആളായിരുന്നെങ്കിൽ എന്തായാലും മുയൽ അങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. മുയൽ ഓടിയിട്ടുണ്ടാവുമായിരുന്നു.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ മുയൽ ഒരു സത്യം. ആ കഥ ഉണ്ടാക്കിയുള്ള തീർച്ചയായിട്ടും. തെറ്റാണ്. എന്തായാലും കുഴപ്പമില്ല സാർ, അതൊരു തമാശ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് നന്നായി 2600 ആസ്വദിച്ചു. വർഷം മുന്നേ തെറ്റ് പറ്റിയെന്ന് പറയാലോ, എന്തേലും കാര്യം അത് ഉണ്ടായിരിക്കും. ഒരിക്കലും നമ്മൾ പറയല്ലേ, വാശി പിടിക്കുമ്പോഴും തല്ലു പിടിക്കുമ്പോഴും നമുക്ക് മൊത്തത്തിൽ കൂട്ടത്തിൽ ചെയ്യണം, എന്നാലാണ് നമ്മളുടെ ഒരു നമുക്കും കൂടെ ആ സ്ട്രെങ്ത് കിട്ടുള്ളൂ എന്ന് പറയും. നമ്മൾക്ക് താഴെയുള്ളവർക്ക് പോയി കഴിഞ്ഞാൽ നമ്മളും താഴേക്ക് പോകുന്ന പറയുക. അപ്പൊ ഇത് മാറ്റണം അതെ അതെ നമുക്ക്, എന്തായാലും കഥയൊന്ന് മാറ്റണം. എന്തായാലും അതെ കുഴപ്പമില്ല, തീർച്ചയായും. തങ്കുവും ഹരിച്ചേട്ടനും കൂടെ അതെ ആയതുകൊണ്ട് താങ്ക് യു നമ്മളങ്ങ് താങ്ക് യു. സഹിച്ചു. അപ്പൊ വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇരുന്നിട്ട് കഥ പറഞ്ഞു തീർത്തു, നന്നായി അവതരിപ്പിച്ചു. പറയാനുള്ള കാര്യങ്ങൾ പിന്നെ കൺസിസ്റ്റൻസി ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ പോലെ ഒരു റേസിലാണോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് അതിനകത്ത് റേസിലല്ല റേസിലല്ല എന്ന് റേസിലാണോ ചോദിച്ചപ്പോ ഞാൻ റേസിലാണോ ചോദിച്ചപ്പോ എനിക്ക് റേസിലല്ല എന്ന് ഞാൻ റേസിലല്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ആ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം എഴുതാൻ പറ്റിയില്ല. ഞാൻ ഒരിക്കലും ഒരു റേസിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ല. ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും അതുകൊണ്ട് അപ്പൊ അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഓവറോൾ ഒരു അതെ, നല്ല മാം സെഷൻ. പറഞ്ഞത് വലിയൊരു കാര്യമാണ്. എല്ലാം റേസ് ആയിട്ട് കാണുന്നവരും ഇല്ല ലൈഫിൽ. എല്ലാം ഒരു റേസ് ആയിട്ട് എല്ലാരും കാണാറില്ല. ഇവിടെ നമ്മള് എന്താണ് ചിന്തിക്കുന്നത് പലപ്പോഴും എന്താന്ന് വെച്ചാല്, കോർപ്പറേറ്റ് വേൾഡിലോ ലൈഫിലോ അല്ലെങ്കിൽ പിള്ളേരുടെ ഇടയിലോ മക്കളുടെ ഇടയിലോ അങ്ങനെയൊക്കെ ശീലിക്കുന്ന ഒരു മെജോറിറ്റി സൊസൈറ്റിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെ അടുത്തുള്ളതിനെക്കാട്ടിലും മികച്ചവനാവാം, എങ്ങനെ ഇപ്പം എല്ലായിടത്തും അവർ ശീലിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്കൂൾ തൊട്ട് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഒന്നാമതാണ്, രണ്ടാമതാണ്, മൂന്നാമതാണ്, നാലാമത്തേന് സ്ഥാനമില്ല ഇവിടെ. ശരിയല്ലേ? ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് ഒരു എത്തിക്കഴിയുമ്പോൾ, ഒരു ജോലി, ഒരു മത്സരബുദ്ധി അല്ല ഓഫീസിലേക്ക് കുട്ടികൾ എത്തിക്കഴിയുമ്പോൾ മത്സരബുദ്ധി നമുക്കിടയിൽ ചെറിയ ആൾക്കാരുടെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. കമ്പാരിസൺ വരും. ഇപ്പൊ ഫാമിലിക്കകത്താണെങ്കിൽ തന്നെയും ബ്രദേഴ്സ് സിസ്റ്റേഴ്സിന്റെ ഇടയിൽ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറിച്ച് അവിടെ ഒരു റേസ് ഉണ്ട്. മനസ്സിലാവുന്നില്ലേ? എവിടെയും ഒരു റേസ് ആയിട്ടാണ് സമൂഹത്തിൽ നല്ലൊരു രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നില്ല എങ്കിൽ വളരെ നല്ല കാര്യം. അപ്പൊ നമ്മൾ ആ ഒരു നോർമൽ കാറ്റഗറിയിൽ നിന്ന് കുറച്ച് മുകളിലാണ് നമ്മുടെ ചിന്താഗതി. എല്ലാം റേസ് ആയിട്ട് കാണുന്നില്ല. സോ യു ആർ അറ്റ് ഹയർ സ്റ്റേജ്. ഞാൻ ഒന്നിന്റെയും പുറകിൽ ഓടുകയല്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് അതിനകത്ത് ഉത്തരവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് പറയണമെന്ന് വിചാരിച്ചു. ഇനിയിപ്പൊ എന്റെ ഈ പറഞ്ഞ പോലെ ഇനി എന്തേലും പ്രശ്നമാണോന്ന് അതൊരു അറിയില്ല. കുഴപ്പമൊന്നുമില്ല. അതൊരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഒരു ഓവറോൾ മെജോറിറ്റി ഒരു സ്കെയിൽ നല്ല വെച്ചുകൊണ്ട് സെഷൻ. നടത്തുന്നത്. എന്തോ പറയൂ. ഞാനൊന്ന് റഷീദയാണ്. അപ്പൊ സർ ഈ റേസ് പറയൂ. പറഞ്ഞപ്പോ ഞാൻ അവിടെ പ്ലേസ് ചെയ്ത എന്റെ ലക്ഷ്യത്തിനെയാണ് ഞാൻ അവിടെ പ്ലേസ് ചെയ്തത്. ഞാൻ ആരെയും കോമ്പറ്റീഷൻ ബേസിലല്ല ഞാൻ അവിടെ സാറ് പറഞ്ഞ പോയിന്റിൽ പ്ലേസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടാവുമല്ലോ ലൈഫിൽ, പല രീതിയിലും പേഴ്സണൽ പ്രൊഫഷണൽ എല്ലാ രീതിയിലും ഗോൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പ്ലേസ് ചെയ്ത എന്റെ ഗോളിനെയാണ്. ഒബ്വിയസ്ലി ഞാൻ പല ഗോളിന്റെ പിറകെ ഞാൻ പോകുന്നുണ്ട്. കാരണം നമ്മൾ ലൈഫിൽ പല രീതിയിലുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന്റെ പുറകെയാണ്. ചില സമയത്ത് നമ്മൾ സ്ലോ ചെയ്യുന്നത് സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ സാർ ചോദിച്ച ഓവർ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ എനിക്കത് ക്ലിയർ ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു ഗോൾ ഉണ്ട്. അപ്പൊ ഇത് ചോദിച്ചത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും പണ്ട് മുതൽ കഥകൾ കേട്ട് എന്താ പറയാ മോറൽ സ്റ്റോറീസ് പറഞ്ഞു വരുന്ന അവിടെ നമ്മൾ കൂടുതൽ എന്താ പറയാ നമുക്ക് കോമൺ സെൻസ് ഉണ്ട്. ഒരിക്കലും ആമേനെ മുയലിനെ വെച്ച് നമുക്ക് റേസ് ചെയ്യാൻ പറ്റില്ല, റേസ് വെക്കാൻ പറ്റില്ല നമുക്കറിയാം. പക്ഷെ അവിടെ ഒരു മോറൽ സ്റ്റോറി തരുന്നത് എന്താണ്, ആ സ്റ്റോറിയിൽ ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിലാണല്ലോ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പൊ സ്റ്റോറീസിൽ നമ്മൾ കൂടുതൽ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് അത് വേറെ രീതിയിലും പറയാം. പക്ഷെ ഞാൻ ഇതിനോട് ഈ സ്റ്റോറീസിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങളാണല്ലോ. അപ്പൊ താങ്ക് യു സർ. താങ്ക് യു റഷീദ്. താങ്ക് യു റാണി മാം. ഓക്കെ, ബൈ. താങ്ക് യു. അല്ല, ഓവറോൾ ഒരു നല്ല സെഷൻ ആയിരുന്നു. നന്നായി പ്രസന്റ് ചെയ്തു. കുറച്ച് സമയത്ത് എവിടേക്കോ കുറച്ച് ഒന്ന് ഡ്രൈ ആയി തോന്നുന്നു. പക്ഷെ അത് ഒരു 5 മിനിറ്റ് ഒരു ഔട്ട് ഓഫ് ഫോക്കസ് പോയ പോലെ തോന്നിയായിരുന്നു. പക്ഷെ അത് പിന്നെ അതേപോലെ തന്നെ തിരിച്ചു വന്നു. ലാസ്റ്റ് ആയപ്പോഴേക്കും നല്ലൊരു പ്ലസന്റ് ഫേസ് ഒക്കെ കൊണ്ടുവന്നു. ഇപ്പൊ തീരും എന്നുള്ളതായിരുന്നു എന്നറിയില്ല. അത് പേപ്പർ നോക്കിയപ്പോ ഇച്ചിരി കൂടെ ഉള്ളു. ഇപ്പൊ തീരുമെന്നാണ് ആലോചിച്ചിട്ടാണ്. അല്ല ഞാന് പെട്ടെന്ന് എന്റെ വാക്ക് മിസ്സായി പോയി. ചിന്തിച്ചെടുത്ത് എന്റെ വാക്ക് കിട്ടാതായതിന്റെ ആ ഒരു ഗ്യാപ്പ് വന്നത്.
അർച്ചന ഓക്കെ. മാമിന്റെ ഭാഷയിൽ മാം പറയും വാക്കുകളുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് കുറച്ച് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഓക്കെ, ഓവറോൾ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ജേക്കബ് സർ, ഇന്നത്തെ സെഷനിൽ അർച്ചന മാം. ഈസ് ഓഫ് ഫേബിൾസ് എന്നും വളരെ ഇഷ്ടമുള്ള ഒരു ബുക്ക് തന്നെയാണ് ഈസ് ഓഫ് ഫേബിൾസ്. സ്ഥിരമായി വായിക്കും, ഇപ്പോഴും വായിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. ഈസ് ഓഫ് ഫേബിൾസ് ആയാലും അതുപോലെ പഞ്ചതന്ത്ര കഥകളായാലും ഗ്രാൻഡ്മാ ടെയിൽസ് ആയാലും ഈ പഴമയുള്ള കഥകളോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. ഈ ആമയുടെയും മുയലിന്റെ കഥ നമ്മൾ നമ്മൾ ഇത്രയും വളർന്നതിന് ശേഷം ചിന്തിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാം, ആമയും മുയലും മത്സരിക്കേണ്ടവരാണോ, ഈ കഥയിൽ വല്ല തത്വമുണ്ടോ, ഈ കഥയിൽ എന്താ അർത്ഥമുള്ളത് എന്നുള്ളത്. പക്ഷെ കഥകൾ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോറലാണ്. ഇത് സ്റ്റോറിയുടെ ഡയറക്ഷനിലൊന്നും വലിയ പ്രാധാന്യമില്ല. നമ്മൾ പറയില്ലേ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ഇത്തരത്തിലുള്ള മോറൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഗുണപാഠങ്ങൾ കൊടുക്കാൻ വേണ്ടി, അതായത് എളുപ്പം ലളിതമായ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ടാക്ടിക് ആയിരുന്നു കഥകൾ എന്ന് പറയുന്നത്. നമ്മൾ പഴമക്കാരൊക്കെ അല്ലേ സന്ധ്യ നേരത്ത് മുടി ചീവരുത് എന്ന് പറയും ആളുകൾ. സന്ധ്യ നേരത്ത് മുടി ചീവി എന്ത് സംഭവിക്കും? ഒന്നും സംഭവിച്ചിട്ടൊന്നുമല്ല. Am I audible? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നു മാം. ഇടയ്ക്ക് മാം ഇപ്പൊ സ്റ്റക്ക് ക്ലിയർ ആവുന്നു. അല്ലേ? സ്റ്റക്ക് ആവുന്നുണ്ട്. അത് ഇന്നലെയും ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഇടയ്ക്ക് സ്റ്റക്ക് ആവും. ഇന്നലെയും അങ്ങനെ അതെ തോന്നിയാ അതെ, അത് ഇടയ്ക്ക് എന്റെ സ്റ്റക്ക് ആവും. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, പണ്ടൊക്കെ ഇങ്ങനെ ആൾ പറയും സന്ധ്യ നേരത്ത് മുടി ജീവരുത് എന്ന് പറയും. സന്ധ്യ നേരത്ത് മുടി ജീവ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. പക്ഷെ പണ്ട് കാലത്ത് കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും തറയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും മുടി ജീവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുടി ഭക്ഷണത്തിൽ വീഴും. അതുപോലെ തന്നെയാണ് ഈ നഖം വെട്ടുന്നതൊക്കെ. പക്ഷെ അന്ന് ആൾക്കാർ ഈ ഒരു തത്വം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാറി നിന്നല്ലേ ജീവിക്കുന്നത്, ഞാൻ ഒതുങ്ങിയല്ലേ ജീവിക്കുന്നത് എന്നുള്ള എക്സ്ക്യൂസസ് പറയും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. സിമിലർലി ഈസോഫേബിൾസ് പോലെയുള്ള കഥകളൊക്കെ അത്രയും മീൻ ചെയ്തുള്ളൂ. അന്ന് കുട്ടികളിലേക്ക് ഗുരുശിഷ്യ ആ ഒരു സ്റ്റൈൽ ഓഫ് ടീച്ചിങ് അല്ലേ പണ്ട്. അപ്പൊ ആ ടീച്ചിങ്ങില് എളുപ്പം കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഥകൾ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ആ കഥേനെ ഒരു മോഡേൺ രീതിയിൽ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. പലപ്പോഴും ആമയും മുയലിന്റെ കഥ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നതിലൊരു ഇതുണ്ട് അല്ലെ. എപ്പോഴാണ് നമുക്ക് അവസരം കിട്ടാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അന്ന് ആ മുയൽ ഉറങ്ങിപ്പോയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അല്ലെ അവസരങ്ങൾ മാറി വരും. നമ്മൾ കൺസിസ്റ്റന്റായി വർക്ക് ചെയ്തു പ്രൊമോഷൻ കിട്ടുമെന്ന് എല്ലാവരും വിചാരിച്ച ആള് ഒരു പക്ഷെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ, ഇല്ലെങ്കിൽ അയാൾക്ക് ആ സമയത്ത് വേറൊരു ജോലി കിട്ടി അയാൾ മാറിപ്പോയാൽ, ഒരു ട്രാൻസ്ഫർ കിട്ടിപ്പോയാൽ, അപ്പൊ ഓട്ടോമാറ്റിക്കലി അടുത്ത ഓപ്പർച്യൂണിറ്റി ആർക്കാണ്? നന്നായിട്ട് ആ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും അല്ലെ. അപ്പൊ എപ്പോഴും ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരിക, എപ്പോഴാണ് നമ്മുടെ കഥക് മുട്ടുക നമുക്കറിയില്ല. സോ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം കൺസിസ്റ്റന്റ് ആയി ഡെയിലി, ഇപ്പൊ സാറ് പറഞ്ഞത് മാതിരി എന്റെ ഇന്നലെ, നമ്മൾ ക്ലാസ്സിൽ പറയട്ടെ, എന്റെ ഇന്നലെയിൽ നിന്ന് ഞാൻ ഇന്ന് ബെറ്റർ ആവുകയും എന്റെ ഇന്നിൽ നിന്ന് ഞാൻ എന്റെ നാളെ ബെറ്റർ ആക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമുക്കുള്ള റിസൾട്ട് വരും. സ്പോണ്ടേനിയസ് ആയി സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തും എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ കാര്യങ്ങൾ നടന്നതായിട്ട് അപൂർവം ആളുകൾക്കേ ഉള്ളൂ. പ്രതീക്ഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ ലോട്ടറി അടിക്കാം, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോട്ടറി എപ്പോഴാണ് ജീവിതത്തിൽ അടിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വളരെ മനോഹരമായി തന്നെ ആ ഒരു ആശയം നമ്മളിലേക്ക് ആക്ടിവിറ്റീസിലൂടെ വളരെ മനോഹരമായി അല്ലെ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ബഹളമൊന്നും വേണ്ട, കൂളായിട്ടും കാര്യങ്ങൾ പറയാം എന്നുള്ള രീതിക്ക് അത് അവതരിപ്പിച്ചു. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ നല്ലൊരു ഇൻട്രോ, മികച്ചൊരു ഇൻട്രോ കാഴ്ചവെച്ച ശബ്ന മാമിന് താങ്ക് യു സോ മച്ച്. ക്ലാസ് എടുത്ത ജേക്കബ് സാറിനും അതുപോലെ തന്നെ ഈ വൈകിയ സമയത്താണെങ്കിലും 7 to 8 എന്നുള്ളത് 8 to 9 എന്നുള്ള ടൈം ആണെങ്കിൽ പോലും ഇതുപോലെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തു. വളരെയധികം സന്തോഷം. ഇതുപോലെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് തിങ്കളാഴ്ച ട്രെയിനേഴ്സ് ടോക്കിൽ വീണ്ടും കണ്ടുമുട്ടുന്നവർ ബൈ, ടേക്ക് കെയർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.